ക്ഷണിക്കുന്നു. വിശ്വസിക്കുന്നു ഞാൻ താതാ നിന്നിലും, വിശ്വസിക്കുന്നു ഞാൻ സൂനുവേ നിന്നിലും, വിശ്വസിക്കുന്നു ഞാൻ ആത്മനേ നിന്നിലും, വിശ്വസിക്കുന്നു ഞാൻ പൂർണ്ണമായി ത്രിത്വത്തിൽ. എന്നധരം കൊണ്ടു ഞാൻ ഏറ്റു ചൊല്ലിയിടുന്നു, നീയാണ് രക്ഷകൻ, നാഥനും ക്രിസ്തുവും. എൻ ഘോര പാപങ്ങൾ എണ്ണി മുട്ടിൽ ഇഴഞ്ഞു ഞാൻ വന്നിടുന്നു, കുംഭസാരക്കൂട്ടിൽ നിന്നു നീ മോചനമേകി അനുഗ്രഹിക്കണമേ. അനുതാപമോടെ ഞാൻ വിങ്ങി വിങ്ങി ക്രൂശിൻ ചുവട്ടിലായി നിന്നിടുന്നു, തിരുരക്തമൊഴുക്കി നീ എന്നെ ആപാദചൂടം ശുദ്ധമാക്കണമേ. വിശ്വസിക്കുന്നു ഞാൻ താതാ നിന്നിലും, വിശ്വസിക്കുന്നു ഞാൻ സൂനുവേ നിന്നിലും, വിശ്വസിക്കുന്നു ഞാൻ ആത്മനേ നിന്നിലും, വിശ്വസിക്കുന്നു ഞാൻ പൂർണ്ണമായി ത്രിത്വത്തിൽ. എന്നധരം കൊണ്ടു ഞാൻ ഏറ്റു ചൊല്ലിയിടുന്നു, നീയാണ് രക്ഷകൻ, നാഥനും ക്രിസ്തുവും. റോമാക്കാർക്ക് എഴുതിയ വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ റോമാക്കാർക്ക് എഴുതിയ ലേഖനം 10-ാം അധ്യായം 9 മുതൽ 13 വരെയുള്ള തിരുവചനങ്ങൾ. ആകയാൽ യേശു കർത്താവാണെന്ന് അധരം കൊണ്ട് ഏറ്റുപറയുകയും ദൈവം അവനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചു എന്ന് ഹൃദയത്തിൽ വിശ്വസിക്കുകയും ചെയ്താൽ നീ രക്ഷ പ്രാപിക്കും. എന്തുകൊണ്ടെന്നാൽ മനുഷ്യൻ ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും തന്മൂലം നീതീകരിക്കപ്പെടുകയും ചെയ്യുന്നു, അവൻ അധരം കൊണ്ട് ഏറ്റുപറയുകയും തന്മൂലം രക്ഷ പ്രാപിക്കുകയും ചെയ്യുന്നു. അവനിൽ വിശ്വസിക്കുന്ന ഒരുവനും ലജ്ജിക്കേണ്ടി വരികയില്ല എന്നാണല്ലോ വിശുദ്ധ ഗ്രന്ഥം പറയുന്നത്. യഹൂദനും ഗ്രീക്കുകാരനും തമ്മിൽ വ്യത്യാസമില്ല, ഒരുവൻ തന്നെയാണ് എല്ലാവരുടെയും കർത്താവ്. തന്നെ വിളിച്ചപേക്ഷിക്കുന്ന എല്ലാവരുടെയും മേൽ അവിടുന്ന് തന്നെ സമ്പത്ത് വർഷിക്കുന്നു. എന്തെന്നാൽ കർത്താവിന്റെ നാമം വിളിച്ചപേക്ഷിക്കുന്ന എല്ലാവരും രക്ഷ പ്രാപിക്കും. കർത്താവിന്റെ വചനം. സ്നേഹപിതാവായ ദൈവമേ, വിവിധ സ്ഥലങ്ങളിലായിരുന്ന ഞങ്ങളെ എല്ലാവരെയും ഒരുമിച്ച് പ്ലാറ്റ്ഫോമിൽ ഒരുമിച്ച് കൂട്ടി തന്നെ ഓർത്തങ്ങയ്ക്ക് നന്ദി പറയുന്നു. ഞങ്ങളെ എല്ലാവരെയും ഉറച്ച വിശ്വാസത്തിൽ ജീവിക്കുവാനും പാറപോലെ ഉറച്ച വിശ്വാസത്തിൽ ജീവിക്കുവാനും ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഈ കൂട്ടായ്മയെ പൂർണ്ണമായും അങ്ങേക്ക് സമർപ്പിക്കുന്നു. ഈ മിസിയോ കോഴ്സിലുള്ള മിസിയോ ടീമിലുള്ള എല്ലാ റിസോഴ്സ് പേഴ്സണെയും കോർഡിനേറ്റേഴ്സിനെയും അലിസൂട്ടിയാന്റെയും ടോമിച്ചേട്ടനെയും എല്ലാവരെയും ഈ പ്രോഗ്രാമിൽ പങ്കെടുക്കുന്നവരെയും ഈ പ്രോഗ്രാം ചെയ്യുന്നവരെയും എല്ലാം അങ്ങേക്ക് സമർപ്പിക്കുന്ന ഈശോയെ, എല്ലാവരെയും അവരുടെ പ്രവർത്തനങ്ങളെയും സമൃദ്ധമായി അനുഗ്രഹിക്കണമേ. അതുപോലെ തന്നെ CBC പ്രോഗ്രാമിന്റെ കോർഡിനേറ്ററായ നമ്മുടെ റവറൻ ഫാദർ മാത്യു പൊടിയാത്തച്ഛനെ സമൃദ്ധമായി അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കൂടാതെ റവറൻ ഫാദർ റെക്സൺ
അച്ഛൻ അയർലൻഡിൽ നിന്നാണ് നമുക്ക് വേണ്ടി മെസ്സേജ് നൽകുന്നത്. അച്ഛനെയും മറ്റെല്ലാവരെയും ഈ പ്രോഗ്രാമിൽ പങ്കെടുക്കുന്നവരെയും നടത്തുന്നവരെയും എല്ലാവരെയും അവിടുന്ന് സമൃദ്ധമായി അനുഗ്രഹിച്ച് അങ്ങയുടെ പരിശുദ്ധാത്മാവിനെ നയിച്ച് അങ്ങേക്ക് വേണ്ടി കൂടുതൽ കൂടുതൽ ശുശ്രൂഷ ചെയ്യുവാൻ എല്ലാവരെയും അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. മിശിഹ മധ്യസ്ഥ പ്രാർത്ഥന. സ്നേഹപിതാവായ ദൈവമേ, അങ്ങയുടെ പ്രിയപുത്രനായ ഈശോമിശിഹ ഞങ്ങൾക്ക് നേടിത്തന്ന രക്ഷയുടെ സ്വാതന്ത്ര്യവും ദൈവരാജ്യാനുഭവവും മറ്റുള്ളവരുമായി പങ്കുവെക്കുവാൻ ഞങ്ങളെ തിരഞ്ഞെടുത്തതിനെ ഓർത്ത് അങ്ങേക്ക് ഞങ്ങൾ നന്ദി പറയുന്നു. ലോകമെമ്പാടുമുള്ള മിശിഹ കുടുംബാംഗങ്ങളെയും എല്ലാ ഉപകാരികളെയും ആത്മീയ വരങ്ങളാലും ഭൗതിക നന്മകളായും നിറയ്ക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. മിശിഹ ടീം നയിക്കുന്ന വിവിധ കോഴ്സുകളെയും ജീവകാരുണ്യ പ്രവർത്തനങ്ങളെയും അവിടുന്ന് ആശീർവദിക്കണമേ. സഭയുടെ ഏകദൗത്യമായ സുവിശേഷ പ്രഘോഷണം ഹൃദയത്തിലേറുന്ന തീക്ഷ്ണമതികളായ ധാരാളം മിഷണറിമാരെ ഒരുക്കുവാൻ മിശിഹ ടീമിനെ സഹായിക്കണമേ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര, ആമേൻ. സ്വർഗസ്നായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാണമേ. അങ്ങയുടെ രാജ്യം വരയണമേ. അങ്ങയുടെ തിരുമനസ്സ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാണ്. അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിച്ചു കൊള്ളണമേ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിന് ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമ്മേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ സമയത്ത് പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും ദൈവ തിരുനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. വിവിധ സ്ഥലങ്ങളിലായിരുന്നുകൊണ്ട് നമ്മെ ഓരോരുത്തരെയും ഈ ഓൺലൈൻ പ്ലാറ്റ്ഫോമിലൂടെ ഒന്നായി തീർത്ത ത്രിയേക ദൈവത്തിന് നന്ദി. റോമ 10:9 യേശു കർത്താവാണെന്ന് അധരം കൊണ്ട് ഏറ്റുപറയുകയും ദൈവം അവനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചു എന്ന് ഹൃദയത്തിൽ വിശ്വസിക്കുകയും ചെയ്താൽ നീ രക്ഷ പ്രാപിക്കും. ഇമ്പമാർന്ന നമ്മുടെ കാതുകൾക്ക് ഇമ്പമാർന്ന ഗാനാലാപനത്തിലൂടെ ഹൃദയസ്പർശിയായ പ്രാർത്ഥനാ ഗീതം ആലപിച്ച ജോമിക്ക് ഒത്തിരി നന്ദി. ഈശോയുടെ തിരുവചനം പകർന്നു തരികയും നമ്മെ ഓരോരുത്തരെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയും ചെയ്ത ശോശാമ ചേച്ചിക്ക് സ്നേഹപൂർവ്വം നന്ദി പറയുന്നു. നമ്മുടെ ഈ പ്രോഗ്രാം ഓർഗനൈസ് ചെയ്തിരിക്കുന്ന റെവറൻഡ് ഫാദർ മാത്യു പുതിയാത്ത് അച്ഛനെ ഏറെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. ഇന്ന് നമുക്ക് സമാപന സന്ദേശത്തിനും ആശീർവാദത്തിനുമായി നമ്മോടൊപ്പം ആയിരിക്കുന്ന റെവറൻഡ് ഫാദർ റെക്സൺ ചുള്ളിക്കൽ അച്ഛനെ ഏറെ സ്നേഹ ബഹുമാനങ്ങളോടെ സ്വാഗതം ചെയ്യുന്നു. മിസിയോയെ നയിച്ചുകൊണ്ടിരിക്കുന്ന നമ്മുടെ പ്രിയങ്കരിയായ പ്രൊഫസർ CCC ആലീസുകുട്ടി ആന്റിയെ ഏറെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. ആന്റിയോടൊപ്പം തന്നെ മിസിയോയെ നയിച്ചുകൊണ്ടിരിക്കുന്ന മിസിയോ റിസോഴ്സ് ടീം കോർഡിനേറ്റേഴ്സ് എല്ലാവരെയും ഒത്തിരി സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. ഇന്ന് ഇവിടെ ഓരോരോ പ്രോഗ്രാമുകൾ ഏറ്റെടുത്തിരിക്കുന്ന എല്ലാവരെയും സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. ഇന്നത്തെ ഈ പ്രോഗ്രാമിന്റെ വിശിഷ്ട അതിഥികളായിരിക്കുന്ന ഇന്നത്തെ പ്രോഗ്രാമിന്റെ പാർട്ടിസിപ്പൻസ് ആയിരിക്കുന്ന ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സ്, ടീച്ചേഴ്സ്, എന്റെ പ്രിയ സഹോദരങ്ങളെ എല്ലാവരെയും ഏറെ സ്നേഹാദരങ്ങളോടെ ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുന്നു. പ്രൊക്ലമേഷനായി ബീന മാത്യുവിനെ ഏറെ സ്നേഹത്തോടെ ക്ഷണിക്കുന്നു. ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയപ്പെട്ടവരെ, കഴിഞ്ഞ ദിവസം നാം യേശുക്രിസ്തുവിൽ നിന്ന് കൈവന്ന രക്ഷയെക്കുറിച്ച് ആഴത്തിൽ ധ്യാനിക്കുകയും മനസ്സിലാക്കുകയുമായിരുന്നു. നമ്മളെ ഓരോരുത്തരെയും വ്യക്തിപരമായും ലോകം മുഴുവനെയും ഈശോ തൻ്റെ കുരിശുമരണ ഉത്ഥാനത്തിലൂടെ രക്ഷിച്ചു കഴിഞ്ഞു എന്നുള്ള സന്തോഷ വാർത്തയാണ് നാം ധ്യാനിച്ചത്. അങ്ങനെയെങ്കിൽ ഈ രക്ഷ സ്വന്തമാക്കുവാൻ ഈശോമിശിഹായിൽ വിശ്വസിച്ച് നമ്മുടെ പാപങ്ങളെക്കുറിച്ച് അനുദപിച്ച് ഈശോയെ ഹൃദയത്തിൽ രക്ഷകനും കർത്താവുമായി സ്വീകരിക്കണം. റോമ 10:9 ആകയാൽ യേശു കർത്താവാണെന്ന് അധരം കൊണ്ട് ഏറ്റുപറയുകയും ദൈവം അവനെ മരിച്ചവനിൽ നിന്ന് ഉയർപ്പിച്ചുവെന്ന് ഹൃദയത്തിൽ വിശ്വസിക്കുകയും ചെയ്താൽ നീ രക്ഷ പ്രാപിക്കും. അപ്പോസ്തല പ്രവർത്തനം 16:31 കർത്താവായ യേശുക്രിസ്തുവിൽ വിശ്വസിക്കുക, നീയും നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കും. ക്രൈസ്തവ ജീവിതത്തിൽ രക്ഷയ്ക്ക് അടിസ്ഥാനമായി നിൽക്കുന്നത് ഈ വിശ്വാസമാണ്. എഫെസൂസ് 2:8-9 വിശ്വാസം വഴി കൃപയാലാണ് നിങ്ങൾ രക്ഷിക്കപ്പെട്ടത്,
അത് നിങ്ങൾ നേടിയെടുത്തതല്ല, ദൈവത്തിന്റെ ദാനമാണ്, അത് പ്രവൃത്തികളുടെ ഫലമല്ല എന്ന്. നിയമങ്ങളുടെ അനുഷ്ഠാനങ്ങൾ കൂടിയോ സൽപ്രവൃത്തികൾ കൂടിയോ അല്ല ഒരാൾ രക്ഷ പ്രാപിക്കുന്നത്, യേശുവിൽ വിശ്വസിക്കുന്നത് വഴിയാണ്. യേശുവിൽ വിശ്വസിക്കുക എന്ന് പറഞ്ഞാൽ അർത്ഥം എൻ്റെ പാപത്തിന് പരിഹാരമായി കുരിശിൽ പിടഞ്ഞ് മരിച്ചുയർത്തു എന്ന് വിശ്വസിക്കുകയാണ്. ഇനി ഈ രക്ഷയുടെ പ്രത്യുത്തരം നൽകി ആ രക്ഷയുടെ അനുഭവം നാം സ്വന്തമാക്കണം. അതിന് നമ്മുടെ ഭാഗത്തു നിന്നുള്ള പ്രത്യുത്തരം കൂടിയേ തീരൂ. അതാണ് വിശ്വാസ പ്രത്യുത്തരവും മാനസാന്തര പ്രത്യുത്തരവും. ഇന്ന് നാം ചിന്തിക്കുന്നത് വിശ്വാസ പ്രത്യുത്തരത്തെ കുറിച്ചാണ്. നമുക്കറിയാം, ദൈവം ചെയ്യേണ്ടതെല്ലാം ചെയ്തു കഴിഞ്ഞു. ഒബ്ജക്റ്റീവായിട്ടുള്ള സാൽവേഷൻ 2000 വർഷങ്ങൾക്ക് മുമ്പ് നടന്നു കഴിഞ്ഞു. നാം എല്ലാം റെഡീംഡായി, വീണ്ടെടുക്കപ്പെട്ട് കഴിഞ്ഞു. നമ്മുടെ കടങ്ങൾ മുഴുവൻ 2000 വർഷങ്ങൾക്ക് മുമ്പ് വീട്ടി എന്നുള്ളതാണ് നമ്മുടെ വിശ്വാസം. ഉദാഹരണമായി, ഒരപ്പൻ മകളുടെ കടങ്ങൾ തീർക്കുവാൻ ബാങ്കിൽ 15 ലക്ഷം രൂപ നിക്ഷേപിച്ചിട്ടുണ്ട്. മകൾക്ക് അത് അറിയുകയും ചെയ്യാം. എന്നാൽ ചെക്ക് എഴുതി ബാങ്കിൽ ചെന്ന് ക്യാഷ് കൗണ്ടറിൽ കൊടുത്തെങ്കിൽ മാത്രമേ രൂപ ലഭിക്കുകയുള്ളൂ. കർത്താവ് ഈശോ മിശിഹാ വീട്ടിയത് നമ്മുടേതാകണമെങ്കിൽ നമ്മുടെ ഈ സഹകരണം ആവശ്യമാണ്. അപ്പൻ മകളുടെ കടങ്ങൾ തീർക്കാൻ 15 ലക്ഷം രൂപ നിക്ഷേപിച്ചെങ്കിലും അത് ഞാൻ അറിയുന്നില്ലെങ്കിൽ, അല്ലെങ്കിൽ അറിഞ്ഞിട്ട് നന്ദി പറഞ്ഞാലും അത് ഉപയോഗിക്കുന്നില്ലെങ്കിൽ ഒരു പ്രയോജനവുമില്ല. സബ്ജക്റ്റീവായിട്ട് നാം ആ രക്ഷ സ്വന്തമാക്കേണ്ടിയിരിക്കുന്നു. അതായത് ക്രിസ്തു എല്ലാവർക്കുമായി ഒരുക്കിയ രക്ഷ നാം സ്വന്തമാക്കണം. ഈശോ നമ്മെ അത്രമേൽ സ്നേഹിച്ചതിനാലാണ് എന്റെയും നിങ്ങളുടെയും പാപങ്ങൾക്ക് അർഹമായ ശിക്ഷ അവിടുന്ന് തൻ്റെ മേൽ ഏറ്റെടുത്തത്. കുരിശിലെ വേദനയും അപമാനവും രക്തസ്രാവവും മരണവും എല്ലാം യഥാർത്ഥത്തിൽ നമ്മൾ അനുഭവിക്കേണ്ടതായിരുന്നു. ഈ മഹാസ്നേഹം ധ്യാനിക്കുമ്പോൾ ചെറുതെന്ന് തോന്നുന്ന ഓരോ പാപവും ഈശോയെ വേദനിപ്പിക്കുന്നതാണെന്നുള്ള തിരിച്ചറിവിൽ അവയിൽ നിന്ന് വിട്ടു നിൽക്കണം. ഒരു കൊച്ചു പാപം പോലും ചെയ്യാതെ ജീവിക്കണമെന്ന ആഗ്രഹം ഹൃദയത്തിൽ ജനിക്കണം. ഇനി ചെയ്താൽ തന്നെ അനുതാപം നിറഞ്ഞ ഹൃദയത്തോടെ ഈശോയുടെ അടുക്കിലേക്ക് മടങ്ങി വരുവാൻ തയ്യാറാകണം. എൻ്റെ ഓരോ ചെറിയ പാപത്തിനും വേണ്ടി ഈശോ കുരിശിൽ പെടഞ്ഞു മരിച്ചു എന്ന് ഓർക്കുമ്പോൾ തന്നെ നമുക്ക് ഒന്ന് കുമ്പസാരിക്കുവാൻ സ്വാഭാവികമായി തന്നെ നയിക്കപ്പെടണം. കുരിശിൽ തറയ്ക്കപ്പെട്ട യേശു മരിച്ചില്ലാതാവുകയല്ല, പിന്നെയോ നമ്മുടെ കുഞ്ഞു പാപങ്ങൾക്ക് വേണ്ടി പോലും മരിച്ച് ജീവിക്കുകയാണ്. ഇതൊരു ചരിത്ര സംഭവം മാത്രമല്ല, മറിച്ച് വിശ്വസിക്കുന്ന ഓരോ വ്യക്തിക്കും ലഭിക്കുന്ന വ്യക്തിഗത രക്ഷയാണ്. കർത്താവ് ഈശോ മിശിഹാ സഭയാകുന്ന ബാങ്കിൽ നിക്ഷേപിച്ച കൃപ മുഴുവൻ ചെക്ക് വഴി നമ്മൾ അങ്ങ് എടുക്കുക. ഇത് നമ്മുടെ അവകാശമാണ്. എത്ര പാപം കൊണ്ടുവന്നാലും അവിടെ ഒരു പിശുക്കുമില്ല. അവിടെ കൃപ ധാരാളമായി വെച്ചിരിക്കുകയാണ്. ലക്ഷക്കണക്കിന് രൂപയുണ്ട്. ATM വഴിയോ ചെക്ക് വഴിയോ നമ്മൾ അതൊന്ന് എടുത്താൽ മാത്രം മതി. പന്തക്കുസ്ത ദിനത്തിൽ പത്രോസ്ലിഹായുടെ പ്രസംഗം കേട്ടവർ ഹൃദയം നുറുങ്ങി ചോദിച്ചു, സഹോദരന്മാരെ, രക്ഷ പ്രാപിക്കാൻ ഞങ്ങൾ ഇനി എന്താണ് ചെയ്യേണ്ടത്? അതൊരു സാധാരണ ചോദ്യമായിരുന്നില്ല. ദൈവത്തിൽ നിന്നും അകന്ന നില അവർ തിരിച്ചറിഞ്ഞ നിമിഷമായിരുന്നു. ഇന്നും അതേ ചോദ്യം നമ്മുടെ ഉള്ളിൽ ഉയരട്ടെ. കുരിശിലെ വേദന ഓർക്കുമ്പോൾ, നമ്മുടെ പാപങ്ങളും ദൗർബല്യങ്ങളും മനസ്സിൽ വരുമ്പോൾ നമ്മുടെ ഹൃദയം നുറുങ്ങുന്നുണ്ടോ? പത്രോസ്ലിഹായുടെ മറുപടി ഇന്നും മാറിയിട്ടില്ല. നിങ്ങൾ പശ്ചാത്തപിക്കുവിൻ. അന്നത്തെ ജനങ്ങൾ ആ വാക്ക് കേട്ട് മാറി നിന്നില്ല. അവർ പശ്ചാത്തപിച്ചു, വിശ്വാസത്തോടെ പ്രത്യുത്തരം നൽകി പുതിയ ജീവിതത്തിലേക്ക് കടന്നു. ഇന്ന് നമ്മുടെ ബേറൂട്ടാണ്. ഈശോ നമ്മെ രക്ഷിച്ചു കഴിഞ്ഞു എന്ന അനുഭവത്തിൽ നാം ജീവിക്കുമ്പോൾ നമുക്ക് വിശ്വസിക്കാൻ പറ്റുന്ന ഒരാളോട്, അതായത് നമ്മുടെ രഹസ്യം പരസ്യപ്പെടുത്തില്ല എന്ന് ബോധ്യമുള്ള, അതായത് യേശുവുമായുള്ള കണ്ടുമുട്ടലിൽ
ഞാൻ പാപാവസ്ഥയിൽപ്പെട്ട ആളാണെന്ന് തുറന്ന പറച്ചിൽ നടത്തണം. ധൂർത്തപുത്രനെ പോലെ ഞാൻ ഇനി അങ്ങയുടെ പുത്രനായി ഇരിക്കുവാനുള്ള യോഗ്യത എനിക്കില്ല, അങ്ങയുടെ ദാസനായി സ്വീകരിക്കണമേ, ഈ മനോഭാവമായിരിക്കണം നമുക്ക് വേണ്ടത്. ഈശോയെ നാം കണ്ടുമുട്ടുമ്പോൾ പൗലോസ്ലീഹായെ പോലെ ഏറ്റുപറയണം, ഇച്ഛിക്കാത്ത തിന്മ ഞാൻ ചെയ്തു പോകുന്നു, അത് ഞാനല്ല, എന്നിൽ കുടികൊള്ളുന്ന പാപമാണ്. ആ പാപത്തിന്റെ അവസ്ഥയെ പൂർണ്ണമായി കർത്താവിന്റെ സന്നിധിയിൽ ഏറ്റുപറയുമ്പോൾ, അനുതാപം എന്ന കുമ്പസാരം നടത്തുമ്പോൾ പൂർണ്ണമായ രക്ഷ നാം കണ്ടെത്തുകയാണ്. ദാവീദ് രാജാവ് എഴുതി, എന്റെ പാപം അവിടുത്തോട് ഞാൻ ഏറ്റുപറഞ്ഞു, എന്റെ അകൃത്യം ഞാൻ മറച്ചുവെച്ചില്ല, എന്റെ അതിക്രമങ്ങൾ കർത്താവിനോട് ഏറ്റുപറയുമെന്ന് ഞാൻ പറഞ്ഞു, അപ്പോൾ എന്റെ പാപം അവിടുന്ന് എന്നോട് ക്ഷമിച്ചു എന്ന്. സങ്കീർത്തനം 32:5. യേശുക്രിസ്തു പാപമോചന അധികാരം തന്റെ ശിഷ്യന്മാർക്ക് നൽകുന്നുണ്ട്. രമ്യതയുടെ ശുശ്രൂഷ യേശുക്രിസ്തു അപ്പോസ്തലന്മാരെ ഏൽപ്പിച്ചു എന്ന് 2 കൊരിന്തോസ് 5:18-19 വാക്യങ്ങളിൽ കാണുന്നു. ഇന്ന് സഭയിൽ കൂടി പുരോഹിതന്മാരിലാണ് ഈ അധികാരം വന്നിരിക്കുന്നത്. യേശുവിന്റെയും സഭയുടെയും പ്രതിനിധിയായ വൈദികനോട് രഹസ്യമായ പാപങ്ങൾ നാം ഏറ്റുപറയുക. അതിനായി നാം നന്നായി ഒരുങ്ങേണ്ടിയിരിക്കുന്നു. നമ്മുടെ പാളിച്ചകൾ ഓരോന്നായി ഓർത്ത് ഒരു ലിസ്റ്റ് ഉണ്ടാക്കുക. കുമ്പസാരത്തിൽ ഒരുങ്ങുവാൻ 5 കാര്യങ്ങളാണുള്ളത്. പാപങ്ങളെല്ലാം ക്രമമായി ഓർക്കുക, പശ്ചാത്തപിക്കുക, മേലിൽ പാപം ചെയ്യില്ലെന്ന് പ്രതിജ്ഞ ചെയ്യുക, പാപങ്ങളെല്ലാം ഏറ്റുപറയുക, പ്രായശ്ചിത്തം നിറവേറ്റുക എന്നിവയാണവ. നമുക്ക് ഒരു നിമിഷം ഈ പരിശുദ്ധ കുമ്പസാരത്തെ കുറിച്ചൊന്ന് ചിന്തിക്കാം. തന്റെ പുത്രനെ പാപികളുടെ മോചനദ്രവ്യമാക്കിയ ദൈവത്തിന്റെ കർണാർദ്ദ സ്നേഹം വിശ്വാസപൂർവ്വം ഏറ്റുവാങ്ങുന്നതാണ് കുമ്പസാരത്തിൽ നടക്കുന്നത്. അനുതപിക്കുന്ന പാപിയെ വാരിപ്പുണരാനും മാറോടണയ്ക്കാനും വെമ്പൽ കൊള്ളുന്ന ദൈവത്തിന്റെ കരുണാപീഠമാണ് കുമ്പസാര വേദി. 1 യോഹന്നാൻ 1:9. എന്നാൽ നാം പാപങ്ങൾ ഏറ്റുപറയുന്നെങ്കിൽ അവൻ വിശ്വസ്തനും നീതിമാനുമാകയാൽ പാപങ്ങൾ ക്ഷമിക്കുകയും എല്ലാ അനീതികളിൽ നിന്ന് നമ്മെ ശുദ്ധീകരിക്കുകയും ചെയ്യുന്നു. ഏതൊക്കെ പാപങ്ങളാണ് കുമ്പസാരത്തിൽ നാം ഏറ്റുപറയേണ്ടത്? സമയക്കുറവ് മൂലം ചുരുക്കി പറയാം. അനുതാപികൾ ഉത്സാഹപൂർവ്വം നടത്തുന്ന ആത്മശോധനയ്ക്ക് ശേഷം തങ്ങൾ ചെയ്തിട്ടുണ്ടെന്ന് അവർക്ക് ബോധ്യം വരുന്ന എല്ലാ മാരക പാപങ്ങളും കുമ്പസാരത്തിൽ അവർ എണ്ണിപ്പറയണമെന്ന് CCC 1456 പറയുന്നു. 10 പ്രമാണങ്ങളിൽ ഏത് ലംഘിച്ചാലും അവയെല്ലാം മാരക പാപങ്ങളാണ്. തിരുസഭയുടെ 5 കൽപ്പനകൾ ലംഘിക്കുന്നതും മാരക പാപമാണ്. വീണ്ടും മൂലപാപങ്ങളെല്ലാം നാം ഏറ്റുപറയേണ്ടതായിട്ടുണ്ട്. ദ്രവ്യാഗ്രഹം, ചെടികാസക്തി, അഹങ്കാരം, മടി, അസൂയ, കോപം, ആർത്തി എന്നിവയാണവ. മനഃപൂർവ്വമുള്ളതും അനുതാപരഹിതവുമായ ലഘുപാപങ്ങൾ ഏറ്റുപറഞ്ഞ് സ്ഥിരമായി കുമ്പസാരിക്കുന്നത് നമ്മുടെ മനസാക്ഷി രൂപീകരണത്തിനും ആത്മീയ വളർച്ചയിൽ പുരോഗതി പ്രാപിക്കാനും നമ്മെ സഹായിക്കുന്നു. അല്ലെങ്കിൽ മാരഭാവം ചെയ്യാൻ അത് അല്പാൽപമായി നമ്മെ പ്രേരിപ്പിക്കുന്നു. ഒരു നല്ല കുമ്പസാരത്തിൽ ഓർക്കേണ്ട ചില കാര്യങ്ങൾ കൂടി പറയട്ടെ. പാപങ്ങൾ ഓർത്ത് പശ്ചാത്താപിച്ച് പ്രതിജ്ഞ ചെയ്ത നാം വീണ്ടും ആ പാപത്തിൽ തുടരരുത്. റോമ 6:2. ഒരിക്കലും പാടില്ല. പാപത്തെ സംബന്ധിച്ചിടത്തോളം മരിച്ചവരായ നാം ഇനി അതിൽ ജീവിക്കുന്നത് എങ്ങനെ? കുളിച്ചു വന്ന് വീണ്ടും ചെളിയിൽ ഉരുളുന്നത് പോലെയാണത്. അങ്ങനെ ആകരുത്. അതിനാൽ വീണ്ടും പാപം ചെയ്യില്ലെന്ന പ്രതിജ്ഞ വളരെ പ്രധാനപ്പെട്ടതാണ്. അനീതിയുടെ തെറ്റുകൾ ഏറ്റുപറഞ്ഞുകൊണ്ട് മാത്രം പാപം ക്ഷമിക്കപ്പെട്ടു എന്ന് കരുതരുത്. പ്രായശ്ചിത്തം അനുഷ്ഠിക്കണം. മോഷ്ടിച്ചവർ തിരിച്ചു കൊടുക്കണം. പാപം ഏറ്റുപറയുന്നതിന് മുമ്പ് തിരിച്ചു കൊടുക്കാമെന്ന് പ്രതിജ്ഞയെങ്കിലും എടുക്കണം. വീണ്ടും എണ്ണവും തരവും തിരിച്ചു വേണം പാപങ്ങൾ നാം പറയുവാൻ. ഒരിക്കൽ പറഞ്ഞ പാപങ്ങൾ പിന്നീട് പറയുവാൻ കടപ്പാടില്ല. ഒരിക്കൽ പറഞ്ഞപ്പോൾ തന്നെ ദൈവം അത് ക്ഷമിച്ചു. മനഃപൂർവ്വമല്ലാതെ ചില പാപങ്ങൾ മറന്നുപോയാൽ അത് ക്ഷമിക്കപ്പെട്ടതായി കണക്കാക്കാവുന്നതാണ്. കാരണം ആ വ്യക്തി അത് പറയാൻ തയ്യാറായി ചെന്നതാണല്ലോ. പിന്നീട് ഓർക്കുന്നെങ്കിൽ അടുത്ത പ്രാവശ്യം കുമ്പസാരിക്കുമ്പോൾ പറയുന്നത് നല്ലതായിരിക്കും. എത്ര നാളായി കുമ്പസാരിച്ചിട്ട് എന്ന് ആദ്യം പറയുക. കഴിഞ്ഞ തവണത്തെ പ്രായശ്ചിത്തം അനുഷ്ഠിച്ചിട്ടുണ്ടോ ഇല്ലയോ എന്നും അറിയിക്കാം.
ഞാനൊരു അധ്യാപകനാണ്, ഒരു വിദ്യാർത്ഥിയാണ് എന്നിങ്ങനെ പരിചയപ്പെടുത്തുന്നത് നല്ലതാണ്. അതുപോലെ കുമ്പസാരിക്കുന്നതിന് മുമ്പ് പരിശുദ്ധാത്മാവെ എഴുന്നള്ളി വന്ന് എൻ്റെ പാപങ്ങൾ ഓർമ്മിച്ചു തരണേ എന്ന് കുറെ നേരം പ്രാർത്ഥിക്കുന്നതും വളരെ നല്ലത് തന്നെ. കുമ്പസാരത്തിന് ശേഷം പാപങ്ങൾ ക്ഷമിച്ച് അവയ്ക്കെല്ലാം പരിഹാരം ചെയ്ത യേശുവിന്റെ സ്നേഹത്തെ ധ്യാനിച്ച് കുറച്ചു സമയം നന്ദി പറഞ്ഞിരിക്കുന്നതും വളരെ നല്ലത് തന്നെ. ഇനി വിശ്വാസവും വിശ്വാസ പ്രത്യുത്തരവും എല്ലാം നമ്മുടെ ജീവിതത്തെ എല്ലാ മേഖലകളെയും സ്വാധീനിക്കുന്നുണ്ട്. എൻ്റെ ഒരു അനുഭവം പറയട്ടെ. എനിക്ക് വന്ന മാരകമായ സ്റ്റേജ് 4 ക്യാൻസർ രോഗത്തിന്റെ അവസ്ഥയിൽ എനിക്ക് നന്നായി കുമ്പസാരിക്കുവാൻ സാധിച്ചു. അതുവഴി നിറഞ്ഞ തെളിഞ്ഞ മനസ്സോടെ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാൻ സാധിച്ചു. ഓരോ കീമോയിലൂടെയും ഈശോയുടെ തിരുരക്തം തുള്ളി തുള്ളിയായി എൻ്റെ ശരീരത്തിലെ എല്ലാ കോശങ്ങളിലേക്കും കയറുന്നതായി കണ്ട് വിശ്വസിച്ച് പ്രാർത്ഥിച്ചിരുന്നു. ഈശോയുടെ തിരുരക്ത വിശ്വാസത്തിലൂടെ സൗഖ്യം കിട്ടിയ അനുഭവം. ധ്യാന കേന്ദ്രങ്ങളിലും മറ്റും നിരവധി രോഗസൗഖ്യം നടക്കുന്നതിന്റെ ഒരു പ്രധാന കാരണം അവിടെ നടക്കുന്ന ആത്മാർത്ഥമായ കുമ്പസാര കുദാശ മൂലമാണെന്നുള്ള കാര്യം നമ്മളിൽ പലരും അറിയുന്നില്ല. പൂർണ്ണ ആരോഗ്യത്തിന് ഇന്ന് ശരീരവും മനസ്സും ഒത്തൊരുമിച്ച് പോകേണ്ടതാണെന്ന് ശാസ്ത്രം കണ്ടുപിടിച്ചിരിക്കുകയാണ്. ഹൃദയശുദ്ധിയോടെയുള്ള പ്രാർത്ഥനയും ധ്യാനവും നടത്തുമ്പോൾ മനുഷ്യ ശരീരത്തിൽ രോഗപ്രതിരോധ ശക്തിക്കുള്ള ഒരു ദ്രാവകം ഇമ്മ്യൂണോഗ്ലോബുലിൻ ഉൽപ്പാദിക്കപ്പെടുന്നുള്ള കാര്യം ശാസ്ത്രം വ്യക്തമാക്കിയിട്ടുള്ളതാണ്. മനസ്സിലെ രോഗം ശരീരത്തെ ഉടനീളം ബാധിക്കുന്നു എന്നതും ബൈബിളിലും നമുക്ക് ഉടനീളം കാണാം. സഭാപ്രസംഗൻ 11:10 പറയുന്നു, മനസ്സിൽ നിന്നും ആകുലത അകറ്റുമ്പോൾ ശരീരത്തിൽ നിന്നും വേദന ദൂരീകരിക്കപ്പെടുന്നു എന്ന്. മനസ്സിനെ സൗഖ്യമാക്കിയതിനു ശേഷമാണ് കർത്താവ് ശാരീരിക സൗഖ്യം പലപ്പോഴും നൽകുന്നത്. ഓരോ സൗഖ്യത്തിലൂടെയും യേശു അർത്ഥമാക്കുന്നത് എല്ലാവരുടെയും വിശ്വാസവും രക്ഷയുമാണ്. വിശ്വസിക്കുന്നവർക്കാണ് അടയാളങ്ങളും അത്ഭുതങ്ങളും കാണാൻ സാധിക്കുക. കുമ്പസാരം എന്ന വിശ്വാസ പ്രത്യുത്തരത്തിന് ഇതിൽ നല്ല പങ്കുണ്ടെന്ന് നാം ഇപ്പോൾ കണ്ടു കഴിഞ്ഞു, എൻ്റെ അനുഭവത്തിലൂടെ തന്നെ. അങ്ങനെ കുമ്പസാരം വഴി ആത്മീയ വിശുദ്ധീകരണവും പാപക്ഷമയും ലഭിക്കുന്നു. അതുവഴി ദൈവവുമായി അനുരഞ്ജനം സാധ്യമാകുന്നു. മനുഷ്യനും മനുഷ്യനും തമ്മിൽ അനുരഞ്ജനം സാധ്യമാകുന്നു. വീണ്ടും കുമ്പസാരം കുറ്റബോധം കളഞ്ഞ് ആന്തരിക സമാധാനവും സ്വാതന്ത്ര്യവും നൽകുകയും വ്യക്തികളെ പാപത്തിൽ നിന്ന് വിടുവിക്കുകയും ചെയ്യുന്നു. പ്രസാദവരത്തിന്റെ പുനഃസ്ഥാപനം വഴി ആത്മാവിനെ ദൈവത്തിന്റെ സ്നേഹവും വഴിനടത്തലും സ്വീകരിക്കുവാൻ പ്രാപ്തയാക്കുന്നു. പ്രിയപ്പെട്ടവരെ, നമുക്ക് ഇന്ന് തന്നെ ഒരു തീരുമാനമെടുക്കാം. ആത്മാർത്ഥമായി കുമ്പസാരിക്കുവാനും അതിലൂടെ ദൈവാനുഗ്രഹങ്ങൾ സ്വീകരിക്കുവാനുള്ള എല്ലാ തടസ്സങ്ങളും നീങ്ങുവാനും നമ്മെ തന്നെ ദൈവസന്നിധിയിൽ വെച്ചു കൊടുക്കുകയും ചെയ്യാം. നമ്മുടെ പാപങ്ങളെ ഓർത്ത് അനുദപിച്ച് ഏറ്റുപറയുവാനും അവന്റെ നാമത്തിൽ പാപമോചനവും രക്ഷയും നേടാനും ശ്രമിക്കാം. അങ്ങനെ പരിശുദ്ധ കുമ്പസാരത്തിലൂടെ നമ്മുടെ വിശ്വാസ പ്രത്യുത്തരം പൂർണ്ണമാക്കുകയും ചെയ്യാം. അതിനായി ദൈവം നമ്മെ എല്ലാവരെയും സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ. തന്റെ തനതായ ശൈലിയിലൂടെയും ഉദാഹരണങ്ങളിലൂടെയും ഈശോയിൽ നിന്ന് നമുക്ക് ലഭിച്ച രക്ഷ പൂർണ്ണമായും നമ്മൾ സ്വന്തമാക്കാനായിട്ട് വിശ്വാസ പ്രത്യുത്തരം വഴി എന്ത് ചെയ്യണമെന്ന് നമുക്ക് മനസ്സിലാക്കി തന്ന ബീന ചേച്ചിക്ക് ഹൃദയം നിറഞ്ഞ നന്ദി. അടുത്തതായി ജീവിത സാക്ഷ്യം നമ്മോട് പങ്കുവയ്ക്കാനായി എത്തുന്നു മിസ്സിസ് ലത ഷാജി. പ്രൈസ് ദ ലോർഡ്. എൻ്റെ പേര് ലത ഷാജി. ഞാനും എൻ്റെ കുടുംബത്തോടൊപ്പം 20 വർഷമായിട്ട് വിദേശത്തായിരുന്നു. നാട്ടിൽ ഞാനും എൻ്റെ മക്കളും വന്നിട്ട് 3 വർഷമേ ആകുന്നുള്ളൂ. എൻ്റെ അമ്മായിയമ്മ എന്നോടൊപ്പം തന്നെയാണ്. ഭർത്താവ് ഇപ്പോഴും വിദേശത്ത് കണ്ടിന്യൂ ചെയ്യുന്നു. ഒരു ക്രിസ്തീയ കുടുംബത്തിൽ ജനിച്ചതുകൊണ്ട് തന്നെ സന്ധ്യാപ്രാർത്ഥനകളും ബൈബിൾ വായനയൊക്കെ ഞങ്ങളുടെ ജീവിതത്തിന്റെ പാർട്ടായിരുന്നു. പക്ഷെ ബൈബിൾ വായിക്കുന്ന ഒരു ശീലം ഞങ്ങളുടെ വീട്ടിലില്ലായിരുന്നു. കാറ്റഗിസം ഒക്കെ എനിക്ക് വളരെ ബോറിംഗ് ആയിരുന്നു. കൃത്യം കുർബാന കൈക്കൊള്ളാൻ വേണ്ടി മാത്രമേ ഞാൻ കാറ്റഗിസം അറ്റൻഡ് ചെയ്തിട്ടുള്ളൂ. 4, 5, 6 ക്ലാസ്സുകൾ മാത്രമേ ഞാൻ കാറ്റഗിസം അറ്റൻഡ് ചെയ്തിട്ടുള്ളൂ. എൻ്റെ ഫസ്റ്റ് എൻകൗണ്ടർ വിത്ത് ഗോഡ് ഉണ്ടാകുന്നത് എൻ്റെ 12ാം ക്ലാസ്സിലെ വെക്കേഷൻ ടൈമിലാണ്. ആ സമയത്ത് എൻ്റെ മമ്മിയുടെ ആങ്ങള ജോസ് അങ്കിളുടെ കുടുംബത്തോടൊപ്പം
മുറിഞ്ഞൂർ ധ്യാന കേന്ദ്രത്തില് ധ്യാനം അറ്റൻഡ് ചെയ്യാൻ പോയി. അവിടെ വചനം വായിക്കുക, ജീവിക്കുക എന്നൊരാശയം ആണ് അവിടെ പറഞ്ഞത്. അതെന്നെ ഒരുപാട് ആകർഷിച്ചു. എന്നിരുന്നാലും അവിടുന്ന് ഇറങ്ങി ഞാൻ നേരെ ഒരു പ്രൊഫഷണൽ കോഴ്സിന്, സിവിൽ എഞ്ചിനീയറിംഗിന്റെ പ്രൊഫഷണൽ കോഴ്സിനാണ് ഞാൻ ജോയിൻ ചെയ്യുന്നത്. ബുദ്ധിയുടെ ആ ലോകത്ത് വന്നപ്പോൾ വചനമൊക്കെ കാറ്റിൽ പറന്നു. കാലം കടന്നുപോയി. ഞാൻ വിവാഹിതയായി, 2 കുട്ടികളുടെ അമ്മയായി. അങ്ങനെ ഇരിക്കുമ്പോൾ ഞാൻ മാഗസിനിൽ വായിക്കുകയാണ് 35 വയസ്സ് മുതൽ സ്ത്രീകൾ ക്യാൻസറിന്റെ സ്ക്രീനിങ് ടെസ്റ്റ് നടത്തണമെന്ന്. അപ്പൊ എനിക്ക് കുഴപ്പമൊന്നുമില്ല, എന്നാലും നാട്ടിൽ വരുമ്പോൾ ഒരു സ്ക്രീനിങ് ടെസ്റ്റ് നടത്താമെന്ന് വിചാരിച്ചു. അതിന് ഞാൻ RCC കമ്മ്യൂണിറ്റി ക്ലിനിക്കാണ് തിരഞ്ഞെടുത്തത്. അവിടെ ടെസ്റ്റിന് ശേഷം ഡോക്ടറിന്റെ അടുത്ത് പറയുകയാണ്, എന്റെ സെർവിക്സിൽ ഇൻഫ്ലമേഷൻ ആൻഡ് ലീഷൻ ഉണ്ടെന്ന് പറഞ്ഞു. അതായത് ക്യാൻസറിന്റെ ആരംഭം എന്നാണ് ഡോക്ടർ പറയുന്നത്. ഇത് കേട്ട് ഞാൻ സത്യം പറഞ്ഞാൽ തകർന്നു പോയി. ഞാൻ കർത്താവിന് മുമ്പിൽ ഒരുപാട് കരഞ്ഞു. ഞാൻ ചോദിച്ചു, കർത്താവെ, ഇങ്ങനെ ക്യാൻസർ വന്ന് മരിപ്പിക്കാനാണെങ്കിൽ എന്തിനാണ് എനിക്ക് എന്റെ കുഞ്ഞുങ്ങളെയൊക്കെ തന്നതെന്ന് ഞാൻ കർത്താവിനോട് ഒരുപാട് പരിഭവം പറഞ്ഞു. അന്ന് എന്റെ കുട്ടികളുടെ പ്രായം 4 വയസ്സും 6 വയസ്സുമാണ്. എന്റെ ഭർത്താവിനോ എന്റെ മാതാപിതാക്കന്മാർക്കോ ഒന്നും എന്നെ ആശ്വസിപ്പിക്കാനായില്ല. ചില സന്ദർഭങ്ങൾ നമ്മുടെ ജീവിതത്തിൽ അങ്ങനെ ഉണ്ടാവും. നമ്മുടെ ഉറ്റവർക്കോ ഉടയവർക്കോ നമ്മളുടെ പണത്തിനോ മരുന്നിനോ ടെക്നോളജിക്കോ ഒന്നും നമ്മളെ ആശ്വസിപ്പിക്കാൻ പറ്റാത്ത സമയങ്ങൾ നമ്മുടെ ജീവിതത്തിലുണ്ടാവും. എന്നാൽ ആ സമയത്താണ് ദൈവം നമ്മളോട് സംസാരിക്കുന്നത്. മുറിയൂർ ധ്യാനകേന്ദ്രത്തിൽ കേട്ടും മറന്ന വചനം അന്വേഷിച്ച് ഞാൻ ബൈബിള് തുടങ്ങി. ബൈബിള് വായിക്കുമ്പോൾ എനിക്ക് നല്ലൊരു ആശ്വാസം എന്റെ മനസ്സിന് കിട്ടി. സങ്കീർത്തനങ്ങൾ 119, 105 പറയുന്നു, വചനം എന്റെ പാദത്തിന് വിളക്കും എന്റെ പാതയിൽ പ്രകാശവുമാണ്. വചനം വായിക്കാൻ തുടങ്ങി. ദൈവം നമ്മളോട് സംസാരിക്കുന്നത് ആദ്യം ബൈബിളിലൂടെയാണ്. പിന്നെ നമുക്ക് ചുറ്റുമുള്ളവരിലൂടെയും ദൈവം നമ്മളോട് സംസാരിക്കും. നമുക്ക് പൊതുവെ കൂട്ടുകാരായിട്ട് ആരെയാണ് ഇഷ്ടം? പൊസിഷനുള്ളവരെ, പണമുള്ളവരെ, സൗന്ദര്യമുള്ളവരെ, അല്ലെ? പക്ഷെ ദൈവം നമ്മളോട് സംസാരിക്കുന്നത് അവരിലൂടെ ആയിരിക്കില്ല. ചുറ്റുമുള്ള ആരെയും നിസ്സാരമായിട്ട് നമ്മൾ കാണരുത്. ദൈവം എന്നോട് സംസാരിച്ച എന്റെ കൂട്ടുകാരിലൂടെയാണ്. കൂട്ടുകാരി എൻ്റെ അടുത്ത് പറഞ്ഞു, ഡയഗ്നോസിസ് ഒന്നും കാര്യമാക്കണ്ട, ഡയറ്റും എക്സസൈസും കൊണ്ട് എല്ലാം നേരെയാവും. ഇത് ശരിയാണോ എന്ന് എനിക്കറിയില്ല, പക്ഷെ ആ സമയത്ത് അങ്ങനെ വിശ്വസിക്കാനായിരുന്നു എന്റെ ആഗ്രഹം. അങ്ങനെ സ്ട്രിക്റ്റ് ആയിട്ട് ഒരു ഡയറ്റ് ഫോളോ ചെയ്തു. മൈദ, പാലെല്ലാം ഒഴിവാക്കി, ഇറച്ചിയൊക്കെ കുറച്ചു, കൂടുതൽ വെജിറ്റേറിയൻ ആഹാരമൊക്കെ കഴിക്കാൻ തുടങ്ങി, നടക്കാൻ തുടങ്ങി. ജീവിതത്തിലുള്ള അദമ്യമായ ആഗ്രഹം കൊണ്ട് ഓടാനും തുടങ്ങി. അങ്ങനെ 6 മാസം കടന്നുപോയി. ചെക്കപ്പിന് ചെന്നപ്പോൾ ഡോക്ടർ പറഞ്ഞു, ആ ലീഷനും ഇൻഫ്ലമേഷനും ഒക്കെ അതുപോലെ നിൽക്കുന്നു എന്ന് പറഞ്ഞു. പ്രോഗ്രസ് ചെയ്തിട്ടില്ല. അതെനിക്ക് വലിയൊരു ആശ്വാസമായിരുന്നു. പിന്നെ അടുത്ത 6 മാസക്കാലം ഇതേപോലെ വചനം വായിച്ചു, എക്സസൈസ് ചെയ്തു, ഡയറ്റ് ചെയ്തു. 6 മാസം കഴിഞ്ഞപ്പോൾ ഡോക്ടർ അടുത്ത് പറഞ്ഞു, യുവർ സെർവിക്സ് ഈസ് ബാക്ക് ടു നോർമൽ. പ്രൈസ് ഗോഡ്. അതിനുശേഷം ഓരോ വർഷങ്ങളിലും ചെക്കപ്പ് ഉണ്ട്. ഇപ്പൊ 2 വർഷത്തിലൊരിക്കലാണ് എന്റെ ചെക്കപ്പ്. ആ സമയത്ത് ദൈവം എന്നെ ഒരുക്കുകയായിരുന്നു എന്ന് ഞാൻ അറിഞ്ഞത് പിന്നീടാണ്. ദൈവത്തിന് ഒരുപാട് മിനിസ്ട്രിക്ക് വേണ്ടി ദൈവം എന്നെ ഉപയോഗിച്ചു. അബുദാബിയില് കാറ്റഗിസത്തിന് എന്നെ ഒരാൾ വിളിച്ചു. ഞാൻ കാറ്റഗിസിന് ജോയിൻ ചെയ്തു. കാറ്റഗിസിന്റെ കോർഡിനേറ്ററായി. നാട്ടിൽ വന്നപ്പോൾ മിസ്സിയോ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാൻ പറ്റി. എനിക്ക് നല്ലൊരു ഫോർമേഷൻ മിസ്സിയോ ഗ്രൂപ്പിൽ നിന്ന് എനിക്ക് കിട്ടി. അതിനുശേഷം ഡിപ്ലോമ ഇൻ തിയോളജി 2 വർഷത്തെ കോഴ്സ് എടുത്തു. പിന്നെ അന്ന് 4 വയസ്സോ 6 വയസ്സോ എന്റെ കുഞ്ഞുങ്ങളുടെ പ്രായം. ഇന്ന് 22ഉം 20ഉം വയസ്സാണ്. എന്നെ ഒരുക്കമുള്ളൊരു അച്ചടക്കമുള്ള വീട്ടമ്മയായിട്ട് ദൈവം എന്നെ മാറ്റി. എന്റെ ഭർത്താവിന്റെയും കുട്ടികളുടെയും ഹെൽത്തിന്റെ കാര്യത്തിലൊക്കെ വളരെ ശ്രദ്ധയുള്ള ഒരു വ്യക്തിയായിട്ട് ഞാൻ മാറി. വീട്ടിലെല്ലാം ഗുണമുള്ള ആഹാര സാധനങ്ങൾ മാത്രമേ ഞങ്ങൾ കഴിക്കാറുള്ളൂ. ഹോട്ടൽ ഭക്ഷണം, ബേക്കറി സാധനങ്ങൾ ഇവയൊക്കെ തീരെ വിരളമാണ്. നിങ്ങളെല്ലാം കാറ്റഗിസ്റ്റ് ആണ്. ഞാനൊരു കാറ്റഗിസ്റ്റ് ആയതുകൊണ്ട് തന്നെ എനിക്ക് നിങ്ങളോടൊക്കെ അങ്ങേയറ്റത്തെ ബഹുമാനവും സ്നേഹവും ഉണ്ട്. കാറ്റഗിസം ഇസ് എ നോബിൾ ആൻഡ് ക്രിട്ടിക്കൽ മിനിസ്ട്രി. ഒരു വ്യക്തി, ഒരു അഡൽട്ടായിട്ടൊരു വ്യക്തി, ഒരു മുതിർന്ന ഒരു വ്യക്തി ധ്യാനത്തിന് പോയാൽ അതിന്റെ ചൈതന്യം കുറച്ചു കഴിയുമ്പോൾ പതുക്കെ ഫീഡാവും. എന്നാൽ കുട്ടികൾ നമ്മുടെ കയ്യിൽ ക്ലേ മാതിരിയാണ്. ഈ കുട്ടികൾക്ക് സ്നേഹമുള്ള ദൈവത്തെ നമ്മൾ ഈ പ്രായത്തിൽ കൊടുത്താൽ ജീവിതത്തിൽ ഒരിക്കലും ആ ദൈവത്തിന്റെ കൈ അവർ വിടില്ല. നിങ്ങളുടെ ക്ലാസ്സിൽ വളരെ സ്മാർട്ടായിട്ടുള്ള കുട്ടികൾ കണ്ടേക്കാം. ചോദിക്കുന്നതിന് മുമ്പ് ഉത്തരം പറയുന്ന മിടുക്കരും മിടുക്കിയും.
അവരെ അഭിനന്ദിക്കണം തീർച്ചയായും. പക്ഷെ അതോടൊപ്പം തന്നെ നിങ്ങളുടെ ആ ക്ലാസ്സിന്റെ ഏറ്റവും ബാക്ക് ബെഞ്ചിൽ ഒരു ശ്രദ്ധയില്ലാതിരിക്കുന്ന, വളരെ ഇരിക്കുന്ന കുട്ടികളും കാണും. അല്ലെങ്കിൽ വികൃതിയായിട്ട് മറ്റുള്ളവരെ പോലും പഠിപ്പിക്കാൻ സമ്മതിക്കാതെ ഓടി നടക്കുന്ന കുട്ടികൾ കാണും. അവരെ വിട്ടുകളയരുത്. അവർക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കണം. അവരെ ക്ലാസ്സിൽ നമ്മൾ കൂട്ടിച്ചേർക്കണം. കാര്യം 99 ആടിനെയും വിട്ട് ഒരൊറ്റ ആടിനെ അന്വേഷിച്ച ഇടയന്റെ ഉപമ ക്രിസ്തു നമ്മളോട് പറഞ്ഞു തന്നിട്ടില്ലേ? നിങ്ങൾ എത്ര ആത്മാർത്ഥതയോടെയാണോ നിങ്ങളുടെ ക്ലാസ് എടുക്കുന്നത്, അത്രയും അതിന്റെ 10 മടങ്ങ് അനുഗ്രഹമാണ് നിങ്ങളുടെ കുടുംബത്തിൽ നിങ്ങളുടെ കുട്ടികൾക്ക് വേണ്ടി ദൈവം പ്ലാൻ ചെയ്തിട്ടുള്ളത്. നിങ്ങളെല്ലാം അഭിഷേകമുള്ള കാറ്റഗിസ്റ്റ് ആവട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. അതോടൊപ്പം തന്നെ എനിക്ക് ഈ ടെസ്റ്റിമണിക്ക് അവസരം തന്ന മിസ്സിയുടെ എല്ലാ കോർ മെമ്പേഴ്സിനും പ്രത്യേകം നന്ദി അറിയിക്കുന്നു. താങ്ക് യു. തന്റെ ജീവിതത്തില് ഈശോയെ അനുഭവിച്ചറിഞ്ഞു കഴിഞ്ഞപ്പോൾ ചേച്ചിക്കും കുടുംബത്തിനും ഉണ്ടായ മാറ്റമാണ് നമ്മൾ ഇന്ന് കണ്ടത്. നമ്മുടെ ഓരോരുത്തരുടെ ജീവിതത്തിലും ഈ അനുഭവം വലിയൊരു സാക്ഷ്യമായി തീരുവാൻ ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ലത ചേച്ചിക്ക് ഒത്തിരി നന്ദി. അടുത്തതായി സ്ലൈഡ് പ്രസന്റേഷൻ ആണ്. മിസ്റ്റർ ടോജിയെ ഏറെ സ്നേഹത്തോടെ ക്ഷണിക്കുന്നു. ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. താങ്ക് യു സോ മച്ച് ജോയ്സി. നമ്മൾ ഈ ഒരു ക്ലാസ്സിലൂടെ നമ്മുടെ ബീന ചേച്ചിയുടെ പ്രൊക്ലമേഷനിലൂടെ, പ്രഘോഷണത്തിലൂടെയും അതുപോലെ തന്നെ നമ്മുടെ ലത ചേച്ചിയുടെ ജീവിത അനുഭവത്തിലൂടെയും ഒക്കെ നമ്മൾ കടന്നു പോയപ്പോൾ നമ്മൾ മനസ്സിലാക്കുകയായിരുന്നു എന്താണ് വിശ്വാസം എന്നുള്ളത്, എന്ത് പ്രത്യുത്തരമാണ് മനുഷ്യന് തൻ്റെ വിശ്വാസ ജീവിതത്തിൽ നൽകേണ്ടത് എന്നൊക്കെ നമ്മൾ മനസ്സിലാക്കുകയായിരുന്നു. ലത ചേച്ചി വളരെ തൻ്റെ സ്വതസിദ്ധമായ ശൈലിയിൽ തൻ്റെ രോഗാവസ്ഥയിൽ പ്രകാരമാണ് കർത്താവിൽ വിശ്വസിച്ച് അതിനെ പ്രതികരിച്ചത് എന്നുള്ളതും, അതുപോലെ തന്നെ തൻ്റെ മുന്നോട്ടുള്ള ജീവിതത്തിൽ എപ്രകാരം ആ ഒരു വിശ്വാസത്തെ കൂടുതൽ മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുവാനായിട്ട് തൻ്റെ വിശ്വാസ പരിശീലന ക്ലാസ്സുകളിലൂടെയൊക്കെ സാധിച്ചു എന്നുള്ളത് വളരെ വ്യക്തമായിട്ട് സ്പഷ്ടമായിട്ട് നമ്മളോട് പങ്കുവയ്ക്കുകയായിരുന്നു. അപ്പോൾ അതിൽ കുറച്ചുകൂടി ഒന്ന് കൂടുതൽ ആഴപ്പെടുവാനായിട്ട് കൂടുതലൊന്ന് നമ്മൾ ഈ ഒരു സ്ലൈഡ് പ്രസന്റേഷനിലൂടെ നമ്മളൊന്ന് മനസ്സിലാക്കുവാനായിട്ട് പോവുകയാണ്. അപ്പോൾ ദൈവം നമുക്ക് വേണ്ടി തൻ്റെ സ്വപുത്രനെ ഈ ലോകത്തിലേക്ക് അയച്ച് ഈശോ നമുക്ക് വേണ്ടി കുരിശിൽ തൂങ്ങി മരിച്ച് നമ്മളെ ഓരോരുത്തരെയും മോചിപ്പിച്ച് നമ്മുടെ ഓരോരുത്തരെയും കടങ്ങൾ മോചിപ്പിച്ച് കഴിഞ്ഞതാണ്. 2000 വർഷങ്ങൾക്ക് മുമ്പ് ആ കാൽവരി മലയിലെ യാഗത്തിലൂടെ നമ്മൾ ഓരോരുത്തരും നമ്മുടെ എല്ലാ പാപങ്ങളിൽ നിന്നും നമ്മൾ വീണ്ടെടുക്കപ്പെട്ടവരാണ്. പക്ഷെ ഇനി നമ്മളാണ് ചെയ്യേണ്ടത്. ദൈവം രക്ഷയ്ക്ക് വേണ്ടി ചെയ്യേണ്ടതെല്ലാം ചെയ്തു കഴിഞ്ഞിരിക്കുകയാണ്. ഇനി നമ്മുടെ ഭാഗത്തു നിന്നുണ്ടാകേണ്ട പ്രത്യുത്തരം എന്താണ്? അതിൽ ഒന്നാമത്തെ പ്രത്യുത്തരമാണ് വിശ്വാസ പ്രത്യുത്തരവും, രണ്ടാമത്തേത് മാനസാന്തര പ്രത്യുത്തരവും. ഇന്ന് നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത് വിശ്വാസ പ്രത്യുത്തരത്തെ കുറിച്ചാണ്. എന്താണ് വിശ്വാസ പ്രത്യുത്തരം? നമുക്കറിയാം, ലൂക്കായുടെ സുവിശേഷം 2-ാം അധ്യായം 31-ാമത്തെ വാക്യത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്, സകല ജനതകൾക്കും വേണ്ടി അങ്ങ് ഒരുക്കിയിരിക്കുന്ന രക്ഷ എൻ്റെ കണ്ണുകൾ കണ്ടു കഴിഞ്ഞു എന്ന്. നമുക്കറിയാം, വിശുദ്ധ ശിമിയോൻ ഏറെ നാളായിട്ട് ഒരു രക്ഷകനെ കാത്തിരിക്കുകയാണ്, ഇസ്രായേൽ ജനം മുഴുവൻ. ആ ഒരു രക്ഷകനെ എൻ്റെ കണ്ണുകൾ കണ്ടു കഴിഞ്ഞു, ഇനി എന്നെ സമാധാനത്തിൽ വിട്ടയച്ചാലും എന്ന് പറഞ്ഞിട്ടുള്ള ആ ശിമിയോന്റെ വാക്കുകളാണ് നമുക്ക് ഇവിടെ കാണുവാനായിട്ട് സാധിക്കുക. സകല ജനതകൾക്കും വേണ്ടി ഒരുക്കിയിരിക്കുന്ന എൻ്റെ ആ ഒരു രക്ഷകനെ എൻ്റെ കണ്ണുകൾ കണ്ടു കഴിഞ്ഞു എന്നുള്ള ഒരു വിശ്വാസ പ്രഖ്യാപനമാണ്, അല്ലെങ്കിൽ ഒരു ശിമിയോന്റെ ഏറ്റുപറച്ചിലാണ് നമുക്ക് ഇവിടെ കാണുവാനായിട്ട് സാധിക്കുക. അതേ പ്രിയപ്പെട്ടവരെ, ദൈവത്തിന്റെ ഭാഗത്ത് നിന്ന് മനുഷ്യ രക്ഷയ്ക്കായിട്ട് ചെയ്യേണ്ടതെല്ലാം ചെയ്തു കഴിഞ്ഞു. തന്റെ സ്വപുത്രനെ ഈ ലോകത്തിലേക്ക് അയച്ചുകൊണ്ട് ആ ഒരു കുരിശ് മരണത്തിലൂടെ അവനെ ബലിയായി നൽകിക്കൊണ്ട് അതെല്ലാം നമുക്ക് വേണ്ടി ചെയ്യേണ്ടതെല്ലാം പിതാവായ ദൈവം ചെയ്തു കഴിഞ്ഞു. ഇനി നമ്മുടെ ഭാഗത്തു നിന്നുള്ള മനുഷ്യന്റെ ആ ഒരു പ്രത്യുത്തരത്തിനായിട്ട് പിതാവായ ദൈവം നമ്മളെ ഓരോരുത്തരെയും കാത്തിരിക്കുകയാണ്, സ്വർഗം കാത്തിരിക്കുകയാണ്. അപ്പൊ നമ്മളൊന്ന് മനസ്സിലാക്കുമ്പോൾ എന്താണ് വിശ്വാസം എന്ന് പറയുന്നത്? CCC കാറ്റഗിസം ഓഫ് ദി കാത്തലിക് ചർച്ച്, കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥം 142-ാമത്തെ ഖണ്ഡികയിൽ വളരെ കൃത്യമായിട്ട് വിശ്വാസം എന്താണെന്നുള്ളത് അവിടെ പറഞ്ഞു വെച്ചിട്ടുണ്ട്. അദൃശ്യനായ ദൈവം തന്റെ വെളിപാടിലൂടെ തന്റെ സ്നേഹത്തിന്റെ തികവിൽ നിന്ന് മനുഷ്യരോട് സ്വമിത്രങ്ങളോട് എന്ന പോലെ സംഭാഷിക്കുന്നു. തന്റെ സൗഹൃദ വലയത്തിലേക്ക് അവരെ ക്ഷണിക്കേണ്ടതിനും സ്വീകരിക്കേണ്ടതിനുമായി അവിടുന്ന് അവരുടെ ഇടയിൽ ചരിക്കുന്നു. ഈ ക്ഷണത്തിന് മനുഷ്യർ നൽകുന്ന സമുചിതമായ പ്രത്യുത്തരമാണ് വിശ്വാസം എന്ന് കൃത്യമായിട്ട് ഇവിടെ നമ്മളെ പഠിപ്പിക്കുകയാണ്. നമ്മളെ ഓരോരുത്തരെയും ദൈവം കാണുന്നത്, ഓരോരുത്തരെയും ദൈവം വിളിക്കുന്നത്
അല്ലെങ്കിൽ നമ്മളോട് സംസാരിക്കുന്നത് ഒരു സുഹൃത്തിനെ പോലെയാണ്, മിത്രങ്ങളോട് എന്ന പോലെയാണ് സംസാരിക്കുന്നത്. അപ്പൊ ആ ഒരു സുഹൃത്ത് വലയത്തിലേക്ക് നമ്മൾ ആ ഒരു ഉൾച്ചേരേണ്ടതിന് നമ്മൾ നൽകുന്ന ഒരു പ്രത്യുത്തരമാണ്, അല്ലെങ്കിൽ അതിന് നൽകുന്ന റെസ്പോൺസ് ആണ് വിശ്വാസം എന്ന് പറയുന്നത്. നമ്മൾ വീണ്ടും കാറ്റഗിസം ഓഫ് ദി കാത്തലിക് ചർച്ച് 142 143 നമ്മൾ കാണുന്നു, കാലാകാലങ്ങളിൽ ദൈവം വെളിപ്പെടുത്തിയ സത്യങ്ങളോടുള്ള മനുഷ്യന്റെ ഭാവാത്മകവും സ്വതന്ത്രവുമായ പ്രത്യുത്തരമാണ് വിശ്വാസം എന്ന് പറയുന്നത്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരെയാലും പ്രേരിപ്പിക്കപ്പെട്ട് അല്ലെങ്കിൽ എന്തെങ്കിലും ഫോഴ്സ്ഫുള്ളി നമ്മൾ ചെയ്യുന്നതല്ല, പക്ഷെ ഭാവാത്മകവും സ്വതന്ത്രവുമായ ഒരു പ്രത്യുത്തരമാണ് വിശ്വാസം എന്ന് പറയുന്നത്. ക്രിസ്തുവിലൂടെ വെളിപ്പെടുത്തപ്പെട്ട സത്യങ്ങളോടുള്ള പ്രത്യുത്തരമാണ് ക്രൈസ്തവ ജീവിതം എന്ന് പറയുന്നത്. ക്രിസ്തുവിന്റെ കുരിശു മരണത്തിലൂടെ, ആ ഉദ്ധാനത്തിലൂടെ നമുക്ക് നേടിത്തന്ന രക്ഷയ്ക്ക് ആ ഒരു നിത്യസത്യങ്ങളോടുള്ള വെളിപ്പെടുത്തപ്പെട്ട സത്യങ്ങളോടുള്ള പ്രത്യുത്തരമാണ് ക്രൈസ്തവ ജീവിതം എന്ന് പറയുന്നത്. ഇനി നമ്മൾ എന്താണ് വിശ്വസിക്കേണ്ടത്? നമ്മൾ വിശ്വസിക്കേണ്ടത് ഇത്രയേ ഉള്ളൂ: ദൈവത്തിന് യേശുക്രിസ്തു കുരിശിൽ മരിച്ച് നമ്മുടെ പാപകടങ്ങൾ വീട്ടി നമ്മെ രക്ഷിച്ചു കഴിഞ്ഞതാണെന്നും അവിടുന്ന് ഉയർപ്പിക്കപ്പെട്ടതിനാൽ നാം പൂർണ്ണമായിട്ടും നീതീകരിക്കപ്പെട്ടവരാണെന്നും നാം ഉറച്ചു വിശ്വസിക്കണം. ഇതാണ് നാം വിശ്വസിക്കേണ്ടത്. നമ്മൾ ഇനി വിഷമിക്കേണ്ട കാര്യമില്ല, നമ്മുടെ പാപങ്ങൾ ഓർത്ത് നമ്മൾ സങ്കടപ്പെടേണ്ട കാര്യമില്ല. കാരണം നമുക്ക് വേണ്ടി നമ്മുടെ കടങ്ങളെല്ലാം ഏറ്റെടുത്തുകൊണ്ട് അവിടുന്ന് കുരിശിൽ മരിച്ച് നമ്മളെ രക്ഷിച്ചു കഴിഞ്ഞതാണ്. ഇനി വിശ്വാസം എവിടെ നിന്ന് വരുന്നു എന്നുള്ളത് പൗലോസ്ലീഹ റോമാക്കാർക്ക് എഴുതിയ ലേഖനം 10-ാം അധ്യായം 17-ാം വാക്യത്തിൽ വളരെ കൃത്യമായിട്ട് പൗലോസ്ലീഹ നമ്മെ പഠിപ്പിക്കുന്നുള്ളത്. ആകയാൽ വിശ്വാസം കേൾവിയിൽ നിന്നും, കേൾവി ക്രിസ്തുവിനെ പറ്റിയുള്ള പ്രസംഗത്തിൽ നിന്നുമാണ്. അപ്പോൾ വിശ്വാസം വരുന്നത് കേൾവിയിൽ നിന്നും, അത് നമ്മൾ കേൾക്കുന്നത് ക്രിസ്തുവിനെ പറ്റിയിട്ടുള്ള പ്രസംഗത്തിൽ നിന്നുമാണ് എന്നാണ് പൗലോസ്ലീഹ വളരെ സ്പഷ്ടമായിട്ട് അവിടെ പറഞ്ഞു വെക്കുക. വീണ്ടും നമുക്കറിയാം വിശുദ്ധ പത്രോസ്ലീഹയുടെ ആദ്യത്തെ പ്രസംഗം. പെന്തക്കോസ്ത അവരെ പേടിച്ചു വിറച്ച് ആ ഒരു വീടിന്റെ ഉള്ളിൽ ഒളിച്ചിരുന്നതിന് ശേഷം പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞിട്ട് അവർ ജെറുസലേമത്തിന്റെ ആ നഗരവീഥികളിലേക്ക് ഇറങ്ങി ചെന്നിട്ട് ശിഷ്യന്മാർ നടത്തുന്ന ഒരു പ്രസംഗം. വിശുദ്ധ പത്രോസിന്റെ ആദ്യത്തെ പ്രസംഗം കേട്ട ഉടനെ തന്നെ ഏകദേശം 3000-ഓളം പേര് ആദിമ ക്രൈസ്തവ സഭയിലേക്ക് കടന്നു വന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ ആ പത്രോസ്ലീഹയുടെ പ്രസംഗം കേട്ടപ്പോൾ അവർ ചോദിച്ചൊരു കാര്യം ഇതാണ്. അവര് ഹൃദയം നുറുങ്ങി പത്രോസിനോടും മറ്റു അപ്പോസ്തലന്മാരോടും ചോദിച്ചതാണ്, സഹോദരന്മാരെ, ഞങ്ങൾ ഇനി എന്താണ് ചെയ്യേണ്ടത്? പത്രോസ്ലീഹ വളരെ സ്പഷ്ടമായിട്ട് പറഞ്ഞു കൊടുക്കുന്നുണ്ട്, നിങ്ങൾ പശ്ചാത്തപിക്കുവിൻ, പാപമോചനത്തിനായി എല്ലാവരും യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനം സ്വീകരിക്കുമെന്ന്. അപ്പം നിങ്ങൾ നിങ്ങളുടെ പാപങ്ങൾ ഓർത്ത് പശ്ചാത്തപിക്കുവിൻ, പിന്നെ കർത്താവായ യേശുക്രിസ്തുവിൽ വിശ്വസിച്ച് അവന്റെ നാമത്തിൽ സ്നാനം സ്വീകരിക്കുവിൻ എന്ന്. നമുക്കറിയാം മനുഷ്യകുലം പാപത്തിൽ മരിച്ചവരായിരുന്നു. നമുക്ക് പഴയ നിയമത്തിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ എത്രയേറെ പാപത്തിൽ മുഴുകിയാണ് അവർ ജീവിച്ചതെന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. യേശുക്രിസ്തു ആണ് പാപത്തിന് വേണ്ടിയിട്ട് മരിച്ചവൻ. നമ്മുടെ ഓരോരുത്തരുടെയും പാപത്തിന് വേണ്ടി മരിച്ചവനാണ് യേശുക്രിസ്തു. റോമ 6:3 നമ്മൾ വായിക്കുന്നു, യേശുക്രിസ്തുവിനോട് ഐക്യപ്പെടാൻ വേണ്ടി ജ്ഞാനസ്നാനം സ്വീകരിച്ച നാം എല്ലാവരും അവന്റെ മരണത്തോട് ഐക്യപ്പെടാനാണ് ജ്ഞാനസ്നാനം സ്വീകരിച്ചതെന്ന് നിങ്ങൾക്ക് അറിഞ്ഞുകൂടെ എന്ന്. അതേ പ്രിയപ്പെട്ടവരെ, നമ്മൾ ഓരോരുത്തരും നമ്മുടെ മാമോദീസായിലൂടെ യേശുവിനോടുകൂടെ മരിച്ച് ഉയർപ്പിക്കപ്പെട്ടവരാണ് നമ്മൾ ഓരോരുത്തരും. നമ്മുടെ പാപകടങ്ങളെല്ലാം വീട്ടി അവനോടുകൂടെ നമുക്ക് വേണ്ടി മരിച്ചവനിൽ നമ്മൾ മരിച്ച് ഉയർത്തതാണ് നമ്മുടെ ജ്ഞാനസ്നാനം അല്ലെങ്കിൽ നമ്മുടെ മാമോദീസ എന്ന് പറയുന്നത്. അതുകൊണ്ട് പാപത്തിൽ മരിച്ചവരായ നമ്മൾ ഓരോരുത്തരും ഇനി പാപത്തിൽ ജയിച്ചവനിൽ നമ്മൾ മരിക്കേണ്ടിയിരിക്കുന്നു. നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി സ്വയം കുരിശിൽ തൂങ്ങി മരിച്ച് പാപത്തെ ജയിച്ചവനിൽ നമ്മൾ ഓരോരുത്തരും മരിക്കാൻ കടപ്പെട്ടവരാണ്, ബാധ്യസ്ഥരാണ്. പാപത്തെ ജയിച്ചവന്റെ മരണത്തോട് താതാത്മ്യപ്പെടുന്നതാണ് അനുതാപം എന്ന് പറയുന്നത്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യേശു കുരിശിൽ തൂങ്ങി നമുക്ക് വേണ്ടി മരിച്ചെങ്കിൽ അവന്റെ മരണത്തോട് നമ്മൾ താതാത്മ്യപ്പെട്ട് അവന്റെ മരണത്തോട് ചേർന്ന് നമ്മളും മരിച്ച് നമ്മൾ അവനോടുകൂടി ഉയർത്തെഴുന്നേൽക്കപ്പെടുക എന്നുള്ളതാണ് നമ്മുടെ അനുതാപം എന്ന് പറയുന്നത്. റോമാക്കാർക്ക് എഴുതിയ ലേഖനം 6-ാം അധ്യായം 6-ാം വാക്യത്തില് പൗലോസ്ലീഹ നമ്മളെ വീണ്ടും പഠിപ്പിക്കുകയാണ്, നാം ഇനി പാപത്തിന് അടിമപ്പെടാതിരിക്കത്തക്ക വിധം പാപപൂർണമായ ശരീരത്തെ നശിപ്പിക്കുവാൻ വേണ്ടി നമ്മിലെ പഴയ മനുഷ്യൻ അവനോടുകൂടി ക്രൂശിക്കപ്പെട്ടിരിക്കുന്നുവെന്ന് നമുക്കറിയാമല്ലോ. അതേ പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിൽ അനുദിനം നടക്കേണ്ട ഒരു പ്രോസസ്സാണ്. നമ്മുടെ പാപമയമായ ജീവിതത്തെ ഉരിഞ്ഞു മാറ്റിക്കൊണ്ട് ഒരു പുതിയ സൃഷ്ടിയായി, അവനിൽ ഒരു പുതിയ സൃഷ്ടിയായി, യേശുവിൽ പുതിയൊരു സൃഷ്ടിയായിട്ട് നമ്മുടെ പാപമയമായ എല്ലാ സാഹചര്യങ്ങളെയും അനുനിമിഷം നമ്മൾ അവനോടൊപ്പം അവനോടുകൂടെ മരിച്ചുകൊണ്ട് ഒരു പുതിയ സൃഷ്ടിയായിട്ട് അവന്റെ ഉദ്ധാനത്തിൽ ഉയർത്തെഴുന്നേൽക്കപ്പെടേണ്ടവരാണ് നമ്മൾ ഓരോരുത്തരും എന്ന പൗലോസ്ലീഹ നമ്മളെ ഓരോരുത്തരെയും ഉദ്ബോധിപ്പിക്കുകയാണ്. നമുക്കറിയാം യേശു നമുക്ക് വേണ്ടി മരിച്ചു.
പക്ഷേ ഈശോയുടെ കുരിശിന്റെ മറുവശത്തൊരു സ്ഥലമുണ്ട്. അവിടെ നമ്മൾ ഓരോരുത്തരും അവന് വേണ്ടി മരിക്കപ്പെടേണ്ടവരാണ്. എനിക്ക് വേണ്ടി മരിക്കപ്പെട്ട, കുരിശിൽ തൂങ്ങി മരിക്കപ്പെട്ട യേശുവിന്റെ കുരിശിന്റെ മറുപുറത്തൊരു സ്ഥാനമുണ്ടെങ്കിൽ ആ മറുപുറത്ത് നമ്മൾ ഓരോരുത്തരും ക്രൂശിക്കപ്പെടേണ്ടവരാണ്. അവനോടൊപ്പം ക്രൂശിക്കപ്പെട്ട് അവന്റെ ഉദ്ധാനത്തിൽ പങ്കുചേരേണ്ടവരാണ്. ഗലാത്യക്കാർക്ക് എഴുതിയ ലേഖനം 2-ാം അധ്യായം 20-ാം വാക്യത്തിൽ പൗലോസ്ലീഹ ഇത് തന്നെയാണ് നമ്മളെ ഉദ്ബോധിപ്പിക്കുന്നത്. ഞാനല്ല ജീവിക്കുന്നത്, ഇനിമേൽ ക്രിസ്തുവാണ് എന്നിൽ ജീവിക്കുന്നതെന്ന്. അതേ പ്രിയപ്പെട്ടവരെ, നമ്മളിൽ ഓരോരുത്തരിലും നമ്മളല്ല ജീവിക്കേണ്ടത്, നമ്മളിൽ ക്രിസ്തുവാണ് നമ്മളിൽ ഓരോരുത്തരും ജീവിക്കേണ്ടത്. ആ ഒരു ബോധ്യത്തോടു കൂടിയാണ് നമ്മൾ ഓരോരുത്തരും ഈ ലോകത്തിൽ ജീവിക്കേണ്ടത്. നമ്മളിലെ പഴയ മനുഷ്യനെ അവനോടുകൂടി ക്രൂശിക്കുന്നതാണ് അനുതാപം എന്ന് പറയുന്നത്. നമ്മൾ എത്രത്തോളം പാപം ചെയ്തവരാണെങ്കിലും ആ ഒരു പാപത്തെ ഏറ്റുപറഞ്ഞുകൊണ്ട് ആ പഴയ മനുഷ്യനെ അവനോടുകൂടി അതിൽ ക്രൂശിക്കുന്നതാണ് അനുതാപം എന്ന് പറയുന്നത്. റോമാക്കാർക്ക് എഴുതിയ ലേഖനം 6:8 നമ്മൾ വായിക്കുന്നു, നാം ക്രിസ്തുവിനോടുകൂടെ മരിച്ചുവെങ്കിൽ അവനോടുകൂടി ജീവിക്കുമെന്ന് നാം വിശ്വസിക്കുന്നു. നമ്മൾ യേശുവിനോട് കൂടെ മരിച്ചുവെങ്കിൽ അവനോടൊപ്പം നമ്മൾ വീണ്ടും ഒരു ഉദ്ധാനത്തിൽ നമ്മൾ പങ്കാളികളാണ് എന്ന് നമ്മൾ ഓരോരുത്തരും വിശ്വസിക്കുന്നു. ആ ഒരു വിശ്വാസമാണ് ക്രൈസ്തവ ജീവിതത്തിന്റെ അടിസ്ഥാനം എന്ന് പറയുന്നത്. അവന്റെ മരണത്തിന് സദൃശമായ ഒരു മരണത്തിൽ നാം അവനോട് ഐക്യപ്പെട്ടവരായെങ്കിൽ അവന്റെ പുനരുദ്ധാനത്തിന് സദൃശമായ ഒരു പുനരുദ്ധാനത്തിലും അവനോട് ഐക്യപ്പെട്ടവരായിരിക്കുമെന്ന് റോമാക്കാർക്ക് എഴുതിയ ലേഖനം 6-ാം അധ്യായം 5-ാം വാക്യത്തിലെ പൗലോസ്ലീഹ വീണ്ടും നമ്മളെ ഓർമ്മപ്പെടുത്തുകയാണ്. അപ്പോൾ നമ്മൾ അവന്റെ മരണത്തിനോട് ഐക്യപ്പെട്ടവരാവണം, അവന്റെ പുനരുദ്ധാനത്തോടും നമ്മൾ ഓരോരുത്തരും ഐക്യപ്പെടേണ്ടിയിരിക്കുന്നു. അങ്ങനെയാണ് യഥാർത്ഥമായിട്ടുള്ളൊരു അനുതാപം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവേണ്ടത്. ഇങ്ങനെ ഒരു ബോധ്യം നമ്മളിലുണ്ടെങ്കിൽ, ഇങ്ങനെ ഒരു അനുതാപ അവസ്ഥയിലേക്ക് നമുക്ക് ഓരോരുത്തർക്കും കടന്നു വരാൻ സാധിച്ചെങ്കിൽ, ഇത് വിശ്വസിക്കാൻ പറ്റിയെങ്കിൽ നമുക്ക് നമ്മുടെ പാപങ്ങൾ ഓർത്ത് അനുതപിക്കാതിരിക്കാൻ കഴിയുമോ? നമ്മൾ നമ്മുടെ ജീവിതത്തിലെ അനുദിന ജീവിതത്തിൽ ചെയ്തു കൂട്ടിയിട്ടുള്ള അല്ലെങ്കിൽ ചെയ്തു കൂട്ടിക്കൊണ്ടിരിക്കുന്ന ഈ പാപങ്ങളെ ഓർത്ത് നമ്മുടെ ഉള്ളിൽ തന്നെ ഒരു പ്രേരണ തോന്നി കർത്താവിനോടൊപ്പം മരിച്ച് നമ്മുടെ പഴയ മനുഷ്യനെ ഒന്ന് ഉരിഞ്ഞു മാറ്റി പുതിയൊരു സൃഷ്ടിയാക്കി തീരുവാനായിട്ട് നമ്മുടെ കുമ്പസാരത്തിലൂടെ നമുക്ക് സാധിക്കാതിരിക്കുമോ? നമ്മൾ ആ ഒരു ഈശോ തൻ്റെ കുരിശുമരണത്തിലൂടെ എന്താണ് ചെയ്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈശോ സ്വർഗവും ഭൂമിയുമായിട്ടുള്ള ഒരു അനുരഞ്ജനമാണ് തൻ്റെ കുരിശുമരണത്തിലൂടെ സാധ്യമാക്കിയത്. പകരമായിട്ട് നമ്മൾ ചെയ്യേണ്ടത്, ഇന്ന് ഈ ലോകത്തിൽ നമ്മൾ ജീവിക്കുമ്പോൾ നമ്മൾ ദൈവത്തോട് അനുരഞ്ജനപ്പെടേണ്ടിയിരിക്കുന്നു. മനുഷ്യരോട്, നമ്മുടെ സഹജീവികളോട്, കാലാവസ്ഥയോട്, നമ്മുടെ സഭാ സംവിധാനങ്ങളോട്, അതോടൊപ്പം തന്നെ നമ്മളെ ഉപദ്രവിക്കുന്നവരോട്, ഇവരോടെല്ലാം ആ യേശുവിന്റെ കുരിശിന്റെ ബലിയോട് ചേർത്തുകൊണ്ട് നമ്മൾ അവരോട് അനുരഞ്ജനപ്പെടേണ്ടിയിരിക്കുന്നു. ഇതാണ് നമ്മൾ ഇന്ന് ഈ ലോകത്ത് ചെയ്യേണ്ടത്. വീണ്ടും യേശു ചെയ്തത് പാപപരിഹാരം നമുക്ക് ഓരോരുത്തർക്കും വേണ്ടി സാധ്യമാക്കി. അതുകൊണ്ട് നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ പാപങ്ങളെല്ലാം കൃത്യമായിട്ട് ഓർത്തിരുന്നുകൊണ്ട് നല്ല ഒരു അനുതാപ ശുശ്രൂഷയിലൂടെ, ഒരു കുമ്പസാരത്തിലൂടെ കടന്നു പോവുക, പാപങ്ങളെല്ലാം കൃത്യമായിട്ട് ഏറ്റുപറയുക എന്നുള്ളതാണ്. വീണ്ടും ഈശോ തൻ്റെ ഉദ്ധാനത്തിലൂടെ നീതീകരണം സാധ്യമാക്കി. അങ്ങനെ നമ്മൾ ഓരോരുത്തരും നമ്മുടെയൊക്കെ കുറ്റബോധങ്ങളിൽ നിന്നും നമ്മുടെയൊക്കെ അധമചിന്തകളിൽ നിന്നുമൊക്കെ ഒരു നീതീകരണം, ഒരു വിടുതലാണ് നമുക്ക് ഓരോരുത്തർക്കും സാധ്യമാകേണ്ടത്. വീണ്ടും ഈശോ നമ്മളെ തൻ്റെ ഉദ്ധാനത്തിലൂടെ സ്വാതന്ത്ര്യത്തിലേക്ക് നയിച്ചു. നമ്മൾ ഓരോരുത്തരും ഇനി നമ്മുടെ പാപഭാരങ്ങളിൽ നിന്നും ലോകത്തിന്റെ ബന്ധനങ്ങളിൽ നിന്നും എല്ലാം നമ്മളെ തന്നെ സ്വതന്ത്രരാക്കപ്പെടേണ്ടിയിരിക്കുന്നു നമ്മൾ ഓരോരുത്തരും. ഇനി നമുക്ക് മനസ്സിലാക്കേണ്ടത് എന്താണ് അനുതാപം എന്ന് പറയുന്നത്. യോഹന്നാൻ ശ്ലീഹ എഴുതിയ 1-ാം ലേഖനം 1-ാം അധ്യായം 8-ാം വാക്യത്തില് പ്രകാരമാണ് പറയുന്നത്, നമുക്ക് പാപമില്ലെന്ന് നാം പറഞ്ഞാൽ അത് ആത്മവഞ്ചനയാകും, അപ്പോൾ നമ്മിൽ സത്യമില്ലെന്ന് വരും. നമുക്കറിയാം, നമ്മൾ ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ ഈ ലോകത്തിൽ നടക്കുമ്പോൾ നമ്മുടെ കാലിലൊന്നും ചെളി പറ്റിയിട്ടില്ലെന്നും പറയാനായിട്ട് നമുക്ക് സാധിക്കില്ല. കാരണം നമ്മൾ ഒത്തിരിയേറെ പൊടികളിലൂടെയും ഒക്കെയാണ് നമ്മൾ അനുദിനം നമ്മൾ നടക്കുന്നതും സഞ്ചരിക്കുന്നതും അല്ലെങ്കിൽ നമ്മുടെ ഓരോ കാര്യങ്ങളൊക്കെ ചെയ്യുന്നതല്ല. അപ്പോൾ നമ്മുടെയൊക്കെ ശരീരത്തിൽ ഒത്തിരിയേറെ പൊടിപടലങ്ങൾ നമ്മുടെ ശരീരത്തിൽ പറ്റും. ഇതുപോലെ തന്നെയാണ് നമ്മൾ ഈ പാപമയമായ ഈ ലോകത്തിൽ നമ്മൾ ജീവിക്കുമ്പോൾ നമുക്ക് പാപമില്ലെന്ന് നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ അത് ആത്മവഞ്ചനയാകുമെന്ന് യോഹന്നാൻ ശ്ലീഹ കൃത്യമായിട്ടും നമ്മളെ പഠിപ്പിക്കുകയാണ്. അപ്പോൾ അങ്ങനെ ചെയ്ത് നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിൽ ഒരു സത്യവുമില്ലെന്ന് വരുമെന്ന് യോഹന്നാൻ ശ്ലീഹ ഓർമ്മിപ്പിക്കുകയാണ്. വീണ്ടും യോഹന്നാൻ ശ്ലീഹയുടെ 1-ാം ലേഖനം 1:9 നമ്മൾ വായിക്കുന്നു, നമ്മൾ അങ്ങനെ ഏറ്റു പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ എന്നാൽ നാം നമ്മുടെ പാപങ്ങൾ ഏറ്റുപറയുന്നെങ്കിൽ അവൻ വിശ്വസ്തനും നീതിമാനുമാകിയാൽ പാപങ്ങൾ ക്ഷമിക്കുകയും എല്ലാ അനീതികളിൽ നിന്നും നമ്മെ ശുദ്ധീകരിക്കുകയും ചെയ്യുമെന്ന്. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് ഇത്രയേ ഉള്ളൂ. നമ്മുടെ പാപങ്ങളെല്ലാം ക്രമമായിട്ട് നോർത്ത് അവിടുത്തെ മുമ്പിൽ നമ്മൾ അവിടെ കാണുന്നത്, ആ ഒരു കുമ്പസാരക്കൂടിൽ നമ്മൾ കാണുന്നത് വൈദികനെ അല്ല, മറിച്ച് നമുക്ക് വേണ്ടി അവിടെ പാപം മോചിക്കാനിരിക്കുന്നത് യേശുവാണ് എന്നുള്ളൊരു ബോധ്യത്തോടു കൂടി ആ വൈദികന്റെ മുമ്പിൽ നമ്മുടെ പാപങ്ങളൊക്കെ ഏറ്റു പറഞ്ഞു കഴിയുമ്പോൾ
അവിടുന്ന് എല്ലാ പാപങ്ങളിൽ നിന്നും നമ്മളെ വിമോചിപ്പിക്കുകയും എല്ലാ അനീതികളിൽ നിന്നും നമ്മെ ശുദ്ധീകരിക്കുകയും ചെയ്യുമെന്നാണ് യോഹന്നാൻ ശ്ലീഹ ഇവിടെ പറഞ്ഞു വയ്ക്കുക. വീണ്ടും നമുക്കൊന്ന് പരിശോധിച്ച് നോക്കാം, നമ്മളെ തന്നെ ഒന്ന് ആത്മശോധന ചെയ്ത് നോക്കാം. നമ്മുടെയൊക്കെ ബന്ധങ്ങൾ എപ്രകാരമാണ് ദൈവത്തോട്? നമ്മൾ പലപ്പോഴും മറുതലിച്ച് നമ്മൾ പ്രാർത്ഥിക്കുന്നത് പലപ്പോഴും നമുക്ക് കിട്ടിയില്ലെങ്കിൽ, അല്ലെങ്കിൽ സമയബന്ധിതമായിട്ട് നമുക്ക് കാര്യങ്ങൾ നടന്നു കിട്ടിയില്ലെങ്കിൽ പലപ്പോഴും ദൈവത്തോട് പോലും മല്ലിടുന്ന ഒരവസ്ഥയാണ് നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഉണ്ടാവാറുള്ളത്. പലപ്പോഴും പലരും വിശ്വാസമൊക്കെ ഉപേക്ഷിച്ച് പോകുന്ന സാഹചര്യങ്ങളൊക്കെ ഉണ്ടാകാറുണ്ട്. അപ്പോൾ ആ ഒരു അവസ്ഥകളൊക്കെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ദൈവത്തോട് ഒന്ന് അനുരഞ്ജനപ്പെടുവാനായിട്ട് ഈ ഒരു അവസരം നമുക്ക് വിനിയോഗിക്കാം. അതുപോലെ തന്നെ നമ്മളോട് തന്നെ നമ്മൾ എത്രത്തോളം നമ്മളെ താഴ്ത്തി കെട്ടിയിട്ടുണ്ട്, അല്ലെങ്കിൽ ഞാൻ ഒന്നിനും കൊള്ളില്ല, അല്ലെങ്കിൽ നിരാശയിൽ നമ്മൾ ജീവിച്ചിട്ടുണ്ട്. പലപ്പോഴും നമ്മുടെയൊക്കെ ജീവിതത്തിൽ നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ കിട്ടാതെ വരുമ്പോൾ, അല്ലെങ്കിൽ അതിൻ്റെ കൃത്യമായിട്ട് നടക്കേണ്ട രീതിയിൽ നടക്കാതെ വരുമ്പോഴൊക്കെ നമുക്ക് നമ്മളോട് തന്നെ ഒരു നിരാശയൊക്കെ തോന്നാറുണ്ട്. അപ്പോൾ ആ ഒരു അവസ്ഥയിലൂടെയൊക്കെ എന്നെ ഒന്നിനും കൊള്ളില്ല, അല്ലെങ്കിൽ ഞാൻ ആർക്കും എന്നെ വേണ്ട എന്നൊക്കെയുള്ള ഒരു ബോധ്യത്തോടു കൂടി നമ്മൾ ജീവിച്ചിട്ടുണ്ടെങ്കിൽ നമ്മളോട് തന്നെയുള്ള ആ ബന്ധത്തെ ഒന്ന് നമുക്ക് ആത്മശോധന ചെയ്ത് നോക്കാം. എന്നെങ്കിലും എൻ്റെ തന്നെ ജീവിതം, ദൈവം ദാനമായി തന്ന ജീവിതത്തെ അവസാനിപ്പിക്കാമെന്നൊക്കെ എൻ്റെ ജീവിതത്തിലേക്ക്, എൻ്റെ മനസ്സിലേക്ക് ഏതെങ്കിലും തരത്തിലുള്ള ചിന്ത കടന്നു വന്നിട്ടുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് നമുക്ക് ഏറ്റുപറയുവാനായിട്ട് ശ്രദ്ധിക്കാം. അതുപോലെ തന്നെ വളരെ പ്രധാനപ്പെട്ട പ്രപഞ്ചത്തോട്, നമുക്കറിയാം ഇന്ന് ഈ ലോകത്തിൽ കാണുന്ന പല പ്രകൃതി ദുരന്തങ്ങളുടെയും കാരണം നമ്മുടെ തന്നെ ഓരോ കാര്യങ്ങളാണ്. നമ്മൾ ഈ ഒരു പ്രപഞ്ചത്തെ നമ്മൾ വെട്ടി നശിപ്പിക്കുമ്പോഴും, അതുപോലെ തന്നെ അതിനോട് ചെയ്യുന്ന പ്രകൃതിയോട് ചെയ്യുന്ന ഓരോ കാര്യങ്ങളുമാണ് ഇന്ന് ഈ ലോകത്തിൽ പല പ്രകൃതി ദുരന്തങ്ങളും ഉണ്ടാകാനുള്ള കാരണങ്ങൾ. അപ്പോൾ ആ ഒരു പ്രപഞ്ചത്തോട് ഏതെങ്കിലും തരത്തിൽ നമ്മൾ അല്ലെങ്കിൽ ഒരു വൈരാഗ്യത്തോടു കൂടിയോ അല്ലെങ്കിൽ ചെയ്യാൻ പാടില്ലാത്ത ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഒരു മേഖലയെ നമുക്കൊന്ന് ആത്മശോധന ചെയ്ത് നോക്കാം. ഇനി പ്രിയപ്പെട്ടവരെ, മറ്റുള്ളവരോട്, നമ്മുടെ കുടുംബത്തിലുള്ളവരോട്, നമ്മുടെ സ്വന്തക്കാരോട്, നമ്മുടെ സുഹൃത്തുക്കളോടൊക്കെ ഏതെങ്കിലും തരത്തിൽ എൻ്റെ ജീവിതത്തിലൂടെ ഏതെങ്കിലും പ്രവൃത്തി വഴി, വാക്കുവഴി എന്തെങ്കിലും തരത്തിൽ ഞാൻ മറ്റുള്ളവരെ വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് വേദനയ്ക്ക് എൻ്റെ ഏതെങ്കിലും ഒരു പ്രവൃത്തി, ഏതെങ്കിലും ഒരു നോട്ടം, ഏതെങ്കിലും ഒരു അവസ്ഥ കാരണമായിട്ടുണ്ടെങ്കിൽ ഇത് പൂർണ്ണമായിട്ടും കർത്താവിന് വിട്ടുകൊടുത്തുകൊണ്ട് അവിടുത്തോട് നമുക്ക് എല്ലാം ഏറ്റുപറഞ്ഞ് പൂർണ്ണമായിട്ടും ഒരു പാപ മോചനത്തിനായിട്ട് നമുക്ക് ഈ ദിവസങ്ങളിൽ ശ്രമിക്കാം. വീണ്ടും നമുക്കറിയാം നമ്മളൊക്കെ ഒത്തിരി കുമ്പസാരങ്ങൾ നടത്തിയിട്ടുള്ളതാണ്. എന്നിരുന്നാലും നമുക്ക് ഒന്ന് ആത്മശോധന വീണ്ടും ചെയ്തു നോക്കാം 10 കൽപ്പനകളെ കുറിച്ചിട്ട്. അതിൽ ഓരോന്നിലൂടെയും ഒന്ന് കടന്നു പോയിക്കൊണ്ട് ഇതിന് ഏതെങ്കിലും വിപരീതമായിട്ട്, ഏതിനെങ്കിലും എതിരായിട്ട് ഞാൻ എൻ്റെ ജീവിതത്തിൽ പ്രവർത്തിച്ചിട്ടുണ്ടോ, അറിഞ്ഞോ അറിയാതെയോ എൻ്റെ ജീവിതത്തിൽ ദൈവകൽപ്പനകൾക്കെതിരായിട്ട് എൻ്റെ ജീവിതത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള ലംഘനങ്ങൾ വന്നുപോയിട്ടുണ്ടോ എന്ന് നമുക്കൊന്ന് ആത്മശോധന ചെയ്ത് നോക്കാം. ഞാൻ ഡീറ്റെയിൽ ആയിട്ടൊന്നും പറയുന്നില്ല, കാരണം നിങ്ങൾക്ക് എല്ലാവർക്കും അറിവുള്ളതാണ്. പ്രത്യേകിച്ച് കാറ്റഗിസം ടീച്ചേഴ്സ് നിങ്ങൾ മറ്റുള്ളവരെ, കുട്ടികളെ ഇത് പഠിപ്പിക്കുന്നതാണ്. അപ്പോൾ ആ ഒരു ദൈവകൽപ്പനകളുടെ മേഖലകളൊക്കെ നമുക്കൊന്ന് പരിശോധിക്കാം. അതുപോലെ തിരുസഭയുടെ കൽപ്പനകൾ എല്ലാവർക്കും അറിവുള്ളതാണ്. അതിലേക്കും ഒന്ന് ആഴത്തിൽ ഇറങ്ങി ചെന്നുകൊണ്ട് ഏതെങ്കിലും തരത്തിൽ തിരുസഭയുടെ കൽപ്പനകൾക്കെതിരായിട്ട് ഞാൻ പ്രവർത്തിച്ചിട്ടുണ്ടോ, അതുപോലെ മൂലപാപങ്ങൾ, അതുപോലെ നമ്മുടെ ജീവിതാവസ്ഥ, ഞാനൊരു മാതാവ്, പിതാവ്, അപ്പൻ, അമ്മ, അല്ലെങ്കിൽ സഹോദരൻ, സഹോദരി, അല്ലെങ്കിൽ മകള് എന്ന നിലയിൽ എൻ്റെ മറ്റുള്ളവരോടുള്ള ഒരു സമീപനം എങ്ങനെയായിരുന്നു? എൻ്റെ ജീവിതാവസ്ഥയിൽ, അല്ലെങ്കിൽ ഒരു സന്യസ്ത അല്ലെങ്കിൽ ഒരു അർപ്പിത ജീവിതം നയിക്കുന്ന വ്യക്തിയാണെങ്കിൽ എന്നിൽ നിക്ഷിപ്തമായിരുന്ന കടമകൾ ഞാൻ നിർവഹിച്ചാണോ കടന്നു പോയത് എന്നുള്ളത് നമുക്കൊന്ന് ആത്മശോധന ചെയ്തു നോക്കാം. അതുപോലെ തന്നെ എന്നെ ഏൽപ്പിച്ചിരുന്ന, അത് കുടുംബത്തിലാവാം, സമൂഹത്തിലാകാം, ഇടവകയിലാകാം, കാറ്റഗിസം ക്ലാസ്സിലാകാം, എന്നെ ഏൽപ്പിച്ച ഓരോ ഉത്തരവാദിത്തങ്ങളും എത്രത്തോളം ആണ് ഞാൻ നിറവേറ്റിയിട്ടുള്ളത് എന്നുള്ള ഒരു ബോധ്യത്തോടു കൂടി അതിനെല്ലാം ഒന്ന് ആത്മശോധന ചെയ്യുവാനായിട്ട് നമുക്ക് ഈ ദിവസം ഈ ഒരു അവസരം നമുക്ക് ഉപയോഗപ്പെടുത്താം. നമുക്ക് അനുദപിച്ച് നമ്മുടെ പാപങ്ങളെല്ലാം ഏറ്റുപറയുക എന്ന് പറഞ്ഞാൽ നല്ലൊരു കുമ്പസാരം നടത്തുവാനായിട്ട് നമുക്ക് പരിശ്രമിക്കാം. അപ്പോൾ അങ്ങനെ എല്ലാ കടങ്ങളും എഴുതി തള്ളിക്കൊണ്ട് എല്ലാവരോടും നിരുപാധികം ക്ഷമിച്ചുകൊണ്ട്, എല്ലാവരോടും നിരുപാധികം ക്ഷമിച്ചുകൊണ്ട് ഒരു ജീവിതം മുന്നോട്ട് നയിക്കുവാനായിട്ട് നമുക്ക് സാധിക്കട്ടെ. അങ്ങനെ വിശ്വസിച്ച് രക്ഷയിലേക്ക് കടക്കുവാനായിട്ട് നമുക്ക് ഓരോരുത്തർക്കും സാധിക്കണം. റോമാക്കാർക്ക് എഴുതിയ ലേഖനം 10-ാം അധ്യായം 9-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്നു, നമ്മൾ ചെയ്യേണ്ട ഒരേ ഒരു കാര്യമേ ഉള്ളൂ എന്നുള്ളത് പൗലോസ് ശ്ലീഹ കൃത്യമായിട്ട് നമ്മളെ ഇവിടെ ഉദ്ബോധിപ്പിക്കുകയാണ്. ആകയാൽ യേശു കർത്താവാണ് എന്ന് അധരം കൊണ്ട് ഏറ്റുപറയുകയും ദൈവം അവനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചുവെന്ന് ഹൃദയത്തിൽ വിശ്വസിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ നീ രക്ഷ പ്രാപിക്കുമെന്ന്. അപ്പോൾ നമ്മൾ അധരം കൊണ്ട് ഏറ്റുപറയുക, ദൈവം അവനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചുവെന്ന് നമ്മുടെ ഹൃദയത്തിൽ വിശ്വസിക്കുകയും ചെയ്യുക, അപ്പോൾ നാം രക്ഷ പ്രാപിക്കുമെന്ന് ഇവിടെ പറയുകയാണ്. ഇനി വിശ്വസിച്ച മക്കളാകുവാനായിട്ട് എന്താണ് നാം ചെയ്യേണ്ടത്? യോഹന്നാൻ ശ്ലീഹയുടെ സുവിശേഷം 1-ാം അധ്യായം 12-ാം വാക്യത്തിൽ അവിടുന്ന് പറയുന്നു,
തന്നെ സ്വീകരിച്ചവർക്കെല്ലാം, തന്റെ നാമത്തിൽ വിശ്വസിക്കുന്നവർക്കെല്ലാം ദൈവമക്കളാകാൻ അവൻ കഴിവ് നൽകി. അപ്പോൾ വിശ്വസിക്കുന്നവർക്കെല്ലാം അവരെല്ലാം ദൈവമക്കളാണ് എന്നുള്ളൊരു ബോധ്യമാണ് നമുക്കിവിടെ ലഭിക്കുന്നത്. യോഹന്നാൻ സുവിശേഷം 3-ാം അധ്യായം 16-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്നു, എന്തെന്നാൽ അവനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കുന്നതിനു വേണ്ടി തന്റെ ഏകജാതനെ നൽകുവാൻ തക്കവിധം ദൈവം ലോകത്തെ അത്രമാത്രം സ്നേഹിച്ചു എന്ന്. അപ്പോൾ നമ്മൾ ആരും നശിച്ചു പോകാനല്ല ദൈവം ആഗ്രഹിക്കുന്നത്, മറിച്ച് നമ്മളെല്ലാവരും രക്ഷിക്കപ്പെടണം. അതിനു വേണ്ടിയിട്ടാണ് തന്റെ ഏകജാതനെ ഈ ലോകത്തിലേക്ക് ദൈവം അയച്ചതെന്ന് കൃത്യമായിട്ട് യോഹന്നാൻ ശ്ലീഹ നമ്മളെ പഠിപ്പിക്കുകയാണ്. നമുക്കറിയാം, ശിഷ്യന്മാരോട് ഈശോ പറയുന്ന ഇതാണ്, സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, വിശ്വസിക്കുന്നവന് നിത്യജീവനുണ്ട്. ശിഷ്യന്മാരെ പഠിപ്പിക്കുകയാണ് യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായം 47-ാം വാക്യത്തിൽ. അപ്പോൾ നമ്മൾ ഓരോരുത്തരും വിശ്വസിച്ചു കഴിഞ്ഞാൽ നമുക്ക് നിത്യജീവനുണ്ട് എന്ന് സുവിശേഷത്തിലൂടെ പറഞ്ഞു വെക്കുകയാണ്. ഈ ഒരു ചിത്രത്തിലേക്ക് നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും, ഇല്ലേ, ഈശോയുടെ വലതുവശത്ത് കിടന്ന ആ ഒരു കള്ളന് അവനെ വിശ്വാസത്തിന്റെ വളരെ ചുരുങ്ങിയ സമയം കൊണ്ട്, ചുരുങ്ങിയ നിമിഷങ്ങൾ കൊണ്ട് അവനെ വിശ്വാസത്തിന്റെ ഒരു പ്രതിഫലം ലഭിക്കുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അവനെ പ്രാർത്ഥിച്ചത് ഇത്രയേ ഉള്ളൂ, പറഞ്ഞത് ഇത്രയേ ഉള്ളൂ, അങ്ങ് പർദീസായിലായിരിക്കുമ്പോൾ എന്നെ കൂടി ഓർക്കണമേ എന്ന് മാത്രമാണ് അവൻ പറഞ്ഞത്. എന്നാൽ ഈശോ കൊടുത്ത ആ ഒരു ഉത്തരം എന്ന് പറയുന്നത്, നീ ഇനി വേറെ എവിടെയും ആയിരിക്കേണ്ടവനല്ല, മറിച്ച് നീ ഇന്ന് എന്നോടുകൂടി പർദീസയിലായിരിക്കുമെന്നാണ് ഈശോ അവനെ പ്രത്യുത്തരിക്കുക. അതേ പ്രിയപ്പെട്ടവരെ, നമ്മളെല്ലാം പറയുന്ന പോലെ സ്വർഗം ക്ഷണനേരം കൊണ്ട് മോഷ്ടിച്ചെടുത്തവൻ എന്നാണ് നമ്മൾ ആ നല്ല കള്ളനെ നമ്മൾ വിശേഷിപ്പിക്കുക. ആ ഒരു പ്രത്യുത്തരമാണ്, ആ ഒരു വിശ്വാസമാണ് നമ്മൾ ഓരോരുത്തരും നമ്മുടെ ജീവിതത്തിൽ പ്രകടിപ്പിക്കേണ്ടത്, അല്ലെങ്കിൽ ഏറ്റുപറയേണ്ടത് എന്നുള്ളത്. എന്തെന്നാൽ ദൈവത്തിൽ നിന്ന് ജനിച്ച ഏവനും ലോകത്തെ കീഴടക്കുന്നു, ലോകത്തിന്മേലുള്ള വിജയം ഇതാണ്, അതാണ് നമ്മുടെ വിശ്വാസം. 1 യോഹന്നാൻ 5:4 നമ്മൾ വായിക്കുന്നു. 1 യോഹന്നാൻ 5:5 നമ്മൾ വായിക്കുന്നു, യേശു ദൈവപുത്രനാണെന്ന് വിശ്വസിക്കുന്നവൻ അല്ലാതെ മറ്റാരാണ് ലോകത്തെ ജയിക്കുന്നത് എന്നുള്ളതാണ്. അതുകൊണ്ട് നമ്മൾ വിശ്വസിക്കേണ്ട ഇത്ര മാത്രമേ ഉള്ളൂ, ദൈവം നമ്മുടെ ഓരോരുത്തരെയും രക്ഷയ്ക്ക് വേണ്ടിയിട്ട് തന്റെ സ്വപുത്രനെ ഈ ലോകത്തിലേക്ക് അയച്ചു. അവനിലാണ് നാം വിശ്വസിക്കേണ്ടത്, അവനിലൂടെ മാത്രമേ രക്ഷ സാധ്യമാകൂ എന്ന് ദൈവം ഇവിടെ നമ്മളെ ഉദ്ബോധിപ്പിക്കുകയാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മൾ ഓരോരുത്തരും ചെയ്യേണ്ടത് ഇത്ര മാത്രം, നമുക്ക് വേണ്ടി രക്ഷ നേടിത്തന്നവനിൽ, നമുക്ക് വേണ്ടി മരിച്ചവനിൽ, പാപമില്ലാതെ പാപത്തിനു വേണ്ടി പാപമായി തീർന്ന കുരിശിൽ മരിച്ചവനിൽ വിശ്വസിച്ചുകൊണ്ട് നമ്മുടെ പാപങ്ങൾ ഓർത്ത് അനുതപിച്ചുകൊണ്ട് ഏറ്റുപറയുവാനും അവന്റെ നാമത്തിലെ പാപമോചനം നേടുവാനും നമുക്ക് ഓരോരുത്തർക്കും സാധിക്കട്ടെ. ഈ അടുത്ത നിമിഷങ്ങളിൽ തന്നെ ആ ഒരു നല്ലൊരു കുമ്പസാരം നടത്തിക്കൊണ്ട് നമ്മുടെയൊക്കെ ജീവിതത്തിൽ വന്നുപോയിട്ടുള്ള എല്ലാ കുറ്റങ്ങളും കുറവുകളും എല്ലാ പാപങ്ങളും എല്ലാം ഏറ്റുപറഞ്ഞുകൊണ്ട് വളരെ നന്നായിട്ട് ഒരു കുമ്പസാരം നടത്തുവാനായിട്ട് ഈ ദിവസങ്ങളിൽ എത്രയും പെട്ടെന്ന് നമുക്ക് ഓരോരുത്തർക്കും സാധ്യമാകട്ടെ എന്ന് എല്ലാവർക്കും വേണ്ടിയിട്ട് ഞാൻ ആശംസിക്കുന്നു. സർവശക്തനായ ദൈവം നിങ്ങൾ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ആമേൻ. ബൈബിളിനെയും CCCയെയും അടിസ്ഥാനമാക്കി വിശ്വാസ പ്രത്യുത്തരം എന്താണെന്ന് ആധികാരികമായി നമ്മോട് പങ്കുവെച്ച മിസ്റ്റർ ടോജി മാത്യുവിനെ നന്ദിയോടെ ഓർക്കുന്നു. വൈൻഡ് അപ്പ് സെഷനായി ഏറെ പ്രിയങ്കരിയായ ആലീസ് ആന്റിയെ സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. താങ്ക് യു ജോയ്സി, താങ്ക് യു വെരി മച്ച്. കാര്യങ്ങളെല്ലാം വളരെ മനോഹരമായിട്ട് കൃത്യമായിട്ട് നമുക്ക് മനസ്സിലായി. വീണയുടെ പ്രൊക്ലമേഷനിലൂടെയും ടെസ്റ്റ്മണിയിലൂടെയും ജോജിയുടെ പ്രസന്റേഷനിലൂടെയും എല്ലാം നമുക്ക് നല്ലോണം മനസ്സിലായി. ഞാൻ പെട്ടെന്ന് ഓർക്കാതെ യാക്കോസ്ലിയുടെ വാക്കുകൾ ഓർക്കുന്നുണ്ടല്ലോ, പ്രവൃത്തി കൂടാതെയുള്ള വിശ്വാസം നിർജ്ജീവമാണെന്ന്. കാരണം ഈ ഒരു പ്രൊക്ലമേഷനിൽ എപ്പോഴും നമ്മൾ ഈ കേൾക്കുന്ന വിഷയങ്ങൾ ഓരോന്നിനും നമ്മുടെ പ്രത്യുത്തരമാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. നമ്മൾ മനസ്സിലാക്കാൻ വേണ്ടി അതെല്ലാം എനിക്ക് മനസ്സിലായി എന്ന് പറയാനുള്ളതല്ല. നമ്മളൊരു ആക്ഷൻ, അവിടെ ഒരു റെസ്പോൺസ്, അത് നമ്മുടെ റെസ്പോൺസാണ് വിശ്വാസവും മാനസാന്തരവും. മാനസാന്തരം നമ്മൾ നാളെ കേൾക്കാൻ പോവുകയാണ്. ഇന്ന് വിശ്വാസം ഒത്തിരി പ്രധാനപ്പെട്ടതാണ്. നമ്മൾ എന്തെല്ലാം കേട്ടെല്ലാം മനസ്സിലായി എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അവരെല്ലാം കൃത്യമായിട്ട് പറഞ്ഞല്ലോ. നമ്മൾ പറഞ്ഞില്ലേ, അന്ന് പന്തക്കുസ്തായിലെ പ്രസംഗം കഴിഞ്ഞപ്പോൾ അവരെല്ലാം കൂടി ചോദിച്ചു, ഹൃദയം തകർന്ന് ചോദിച്ചു, സഹോദരന്മാരെ ഞങ്ങൾ എന്താ ചെയ്യേണ്ടത്? അപ്പൊ അവര് പറഞ്ഞു, നിങ്ങൾ പശ്ചാത്തപിക്ക്, മാമോദിസ മുങ്ങ്, നിങ്ങൾക്ക് പരിശുദ്ധാത്മാവിനെ കിട്ടും എന്ന് പറഞ്ഞാല് നമ്മളൊക്കെ ഭൂരിപക്ഷം പേരും ചെറുപ്പത്തിലെ മാമോദിസ മുങ്ങിയവരാ. നമ്മളാരും വിശ്വസിച്ച് പ്രത്യുത്തരിച്ചിട്ടല്ലല്ലോ. നമ്മുടെ ജ്ഞാനസ്നാന മാതാപിതാക്കൾ നമുക്ക് വേണ്ടി എന്തോ പറഞ്ഞു, പരിശുദ്ധാത്മാവിനെ കിട്ടി. പക്ഷെ ഇത് വീണ പറഞ്ഞതുപോലെ ബാങ്കിൽ ഇട്ടിട്ടുണ്ട്. പക്ഷെ ഇട്ടിട്ടുണ്ടെന്ന് അറിയാമെങ്കിലും അറിഞ്ഞിട്ടില്ലെങ്കിലും നമ്മളത് നമ്മുടേതാക്കുന്നില്ലെങ്കിൽ ഒരു കാര്യവുമില്ല. നമുക്കറിയാം, പാപം വർദ്ധിച്ചെടുത്ത് ഒരു അതിലേറെ സമൃദ്ധിയായി. എല്ലാ മനുഷ്യർക്കും അവർക്ക് എന്തുമാത്രം വേണോ അതിനേക്കാട്ടിലധികമായിട്ട് കൃപ
ദൈവത്തിന്റെ സൗജന്യ ദാനമായിട്ട് സഭയാകുന്ന ബാങ്കിൽ നിക്ഷേപിച്ചിരിക്കുക. നമ്മൾ ഒന്നേ ചെയ്യണ്ടു, നമ്മൾ അത് പോയി നമ്മുടേതാക്കിയെടുക്കുക. നമ്മുടേതാക്കിയെടുക്കണമെങ്കിൽ ഇത് സഭയാകുന്ന ബാങ്കിലിട്ടെന്ന് പറഞ്ഞപ്പോ ബീന ബാങ്കിലെ അനുഭവത്തോടു കൂടിയാ പറഞ്ഞത്. അതായത് ബാങ്കിൽ എത്ര ഇട്ടിട്ടുണ്ടെങ്കിലും നമ്മളത് നമ്മുടേതാക്കുന്നില്ലെങ്കിൽ അവിടെ കിടക്കേ ഉള്ളൂ. അതുകൊണ്ട് ഒരു കാര്യവും ഇല്ല. അപ്പൊ ഈ ഇന്നത്തെ സെഷൻ ഒരു പ്രാവശ്യം കൊണ്ട് കേൾക്കുന്നത് നല്ലതാ. കേൾക്കുന്നതിനേക്കാൾ കൂടുതൽ ശരിക്കും പറ്റുമെങ്കിൽ നാളെ രാവിലെ തന്നെ ഈ അടുത്ത സെഷന് മുമ്പേ ഒന്ന് കുമ്പസാരിക്കുന്നത് ഒത്തിരി അനുഗ്രഹപ്രദമായിരിക്കും കേട്ടോ. പിന്നെ കുമ്പസാരിക്കുമ്പോൾ നമ്മൾ 1-2-3 കാര്യങ്ങൾ ചെയ്യേണ്ടതുണ്ട്. ഒന്ന്, ഈശ പറഞ്ഞ് ഓർക്കുന്നുണ്ടല്ലോ, നിങ്ങൾ പ്രാർത്ഥിക്കുകയും യാചിക്കുകയും ചെയ്യുന്ന ഒക്കെ കിട്ടുമെന്ന് വിശ്വസിക്കുക. എന്നാൽ പ്രാർത്ഥിക്കാൻ നിൽക്കുമ്പോൾ നിങ്ങൾക്ക് ആരോടെങ്കിലും എന്തെങ്കിലും വിരോധമുണ്ടെങ്കിൽ ക്ഷമിക്കുക എന്ന് പറഞ്ഞ് ഓർക്കുന്നുണ്ടല്ലോ. അതുപോലെ പറഞ്ഞ് നിങ്ങൾ ബലിയർപ്പിക്കാൻ ബലിപീഠത്തിൽ വരുമ്പോൾ ആർക്കെങ്കിലും നിങ്ങളോട് വിരോധമുണ്ട് നിങ്ങൾ ഓർക്കുകയാണെങ്കിൽ ബലിവസ്തു അവിടെ വെച്ചിട്ട് പോയി രമ്യതപ്പെട്ടിട്ട് വരാൻ. ക്ഷമിക്കുക, ക്ഷമ ചോദിക്കുക വളരെ പ്രധാനപ്പെട്ടതാണ്. എന്ന് പറഞ്ഞാൽ ഇതൊക്കെ ഒരു ഓട്ടോമാറ്റിക് സെറ്റിംഗ് ആണെന്നേ. ആ ദൈവത്തിന്റെ സ്നേഹം നമ്മളിലേക്ക് ഇങ്ങനെ ഒഴുകി വന്ന് നിറഞ്ഞു പോകണമെങ്കിൽ നമ്മളിലൂടെ നമ്മളുമായി ബന്ധപ്പെട്ടവരിലേക്ക് എല്ലാം അത് തുറന്നിരിക്കണം. അപ്പൊ ക്ഷമിക്കുക, ക്ഷമ ചോദിക്കുക എന്നുള്ളത് പ്രധാനപ്പെട്ടതാണ്. എളുപ്പവഴി അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു തുടങ്ങുക, അവരെ അവർ പറ്റുമെന്ന് ബന്ധപ്പെടുക, ക്ഷമിക്കുക. അത് കഴിഞ്ഞിട്ട് നല്ലൊരു കുമ്പസാരം. ഈശോ പറഞ്ഞു ഓർക്കുന്നു, ചില മനുഷ്യർ പറയുമോ ഞാനൊക്കെ നേരിട്ടാ ദൈവത്തോടാണത്രേ. നേരിട്ട് ഇടപാടുകളൊന്നുമില്ല. എന്റെ വീതം ബാങ്കിലിട്ടെങ്കിൽ അത് ബാങ്കിലാ. ഇനി അപ്പന്റെ അടുത്ത് അയ്യോ നിന്റെ വീതം ബാങ്കിലിട്ടിരിക്കുക എന്ന് പറയുന്നത് പോലെ ഈശോ പറഞ്ഞിരിക്കുന്നത് ഇതെല്ലാം ശിശുയോടെന്ന് പറഞ്ഞ് ഓർക്കുന്നുണ്ടല്ലോ, നിങ്ങൾ ആരുടെ പാപങ്ങൾ ക്ഷമിക്കുമോ അത് ക്ഷമിക്കപ്പെടും. അപ്പസ്തലന്മാർക്ക്, മെത്രാന്മാർക്കും വൈദികർക്കുമാണ് ഈ ദൗത്യം ഏൽപ്പിച്ചിരിക്കുന്നത്. അവരാണ് നമ്മുടെ കാഴ്ചകന്മാര്. അവരുടെ അടുക്ക് ചെന്ന് ചോദിക്കാച്ചാലേ നമുക്ക് കിട്ടുകയുള്ളൂ. അപ്പം ഡയറക്റ്റ് പരിപാടിയൊന്നും ഇല്ലെന്നാ പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് അവരുടെ അടുക്ക ചെന്നിട്ട് നമ്മൾ ശരിക്ക് പാപങ്ങളെ കുറിച്ച് അനുസരിച്ചൊന്ന് ഏറ്റു പറഞ്ഞാൽ മതി. അവരാരുടെയും പുണ്യം കൊണ്ടൊന്നും അല്ലല്ലോ, തമ്പുരാൻ ഏൽപ്പിച്ചത് അവർ നമുക്ക് തരുന്നു. അതായത് ദൈവം ഞങ്ങളെ ഏൽപ്പിച്ചത് സഭയിലെ ബാങ്കിൽ വെച്ചിരിക്കുന്നത് ഇതാ. നിങ്ങൾ 1 യോഹന്നാൻ 1:9 നമ്മൾ കേട്ടതാ. നിങ്ങൾ പാപങ്ങൾ ഏറ്റു പറയുമെങ്കിൽ അവിടുന്ന് വിശ്വസ്തനും നീതിമാനുമാകിയാൽ പാപങ്ങൾ ക്ഷമിക്കുകയും എല്ലാ അനീതികളിൽ നിന്ന് വിശദീകരിക്കുകയും ചെയ്യും. ഉദാഹരണങ്ങളൊക്കെ നമ്മൾ കേട്ടു. ആ കള്ളൻ കുഴിച്ച കിടന്നുകൊണ്ട് കൂട്ടുകാരനെ പറഞ്ഞില്ലേ, നീ നമ്മൾ ചെയ്ത തെറ്റിനാ ഇവൻ നിരപരാധിയാ, കർത്താവേ അങ്ങ് എന്നെ കൂടെ ഓർക്കണേ എന്ന് പറഞ്ഞു. ഇന്ന് നീ എൻ്റെ കൂടെ പറുദീസായില്. സമറിയക്കാരി സ്ത്രീയുടെ കാര്യവും എല്ലാം നമുക്കറിയാവുന്നതാണ്. ഒരു വാക്ക് അത്ര ലളിതമാണ്. സ്വർഗഭാഗ്യം, നിത്യരക്ഷ, പാപമോചനം. പക്ഷെ അത് നമ്മൾ ചെയ്താലേ പറ്റുള്ളൂ എന്നുള്ളത് ഓർക്കാം. അപ്പൊ നമുക്ക് ആ ഒരു പ്രത്യുത്തരം നൽകാം. അങ്ങനെ നമുക്ക് ഈ ഈശോ നമുക്കായിട്ട് വെച്ചിരിക്കുന്ന ആ ഒരു പാപമോചനം ഏറ്റുവാങ്ങി നമ്മുടെയൊക്കെ ജീവിതങ്ങള് ശരിക്കും ദൈവത്തിന്റെ അവകാശികളും യേശുക്രിസ്തുവിനോടൊരു കൂട്ടവകാശികളുമായി ദൈവമക്കളുടെ ആ ഒരു സ്വാതന്ത്ര്യത്തിലേക്കും ആ ധന്യതയിലേക്കും വരാം. കാരണം നമുക്ക് പ്രത്യേകിച്ച് ഓർക്കാം, അതായത് ആ ബന്ധങ്ങളെ തകർന്നു പോയിരിക്കുന്നത്. ദൈവത്തോടുള്ള ബന്ധം, എന്നോടുള്ള ബന്ധം, മറ്റുള്ളവരോടുള്ള ബന്ധം, പ്രപഞ്ചത്തോടുള്ള ബന്ധം, വസ്തുക്കളോടുള്ള ബന്ധം, അവിടെയൊക്കെ നമുക്ക് പറ്റിയിരിക്കുന്ന പാളിച്ചകൾ എന്താ? അതുപോലെ നമ്മുടെ ഉത്തരവാദിത്തങ്ങള്. പിന്നെ പുതിയ പ്രമാണം സ്നേഹത്തിന്റെ കൽപ്പന. ദൈവത്തെ സർവശക്തിയോടെ സ്നേഹിക്കുക, നിന്നെ സ്നേഹിക്കുക, നിന്നെപ്പോലെ മറ്റുള്ളവരെ സ്നേഹിക്കുക. പിന്നെ ഈ സുവിശേഷം ലോകമെങ്ങും പോയി എല്ലാ മനുഷ്യരോടും പറയുക. ശരിക്കും ഇതൊക്കെ ഒന്ന് ഓർത്തിട്ട് നല്ലൊരു പശ്ചാത്താപത്തോടു കൂടി ശരിക്കും കർത്താവ്, അതായത് വലിയ പാപികളും ചെറിയ പാപികളും ഒന്നും ഇല്ലെന്ന് ഈ ലോകത്തില്. എല്ലാവർക്കും വേണ്ട ആവശ്യമായ സമൃദ്ധമായ കൃപ ദൈവം അവിടെ വെച്ചിട്ടുണ്ട്. നമ്മൾ എത്ര വലിയ പാപികളാണെങ്കിലും, പാപികളാണെന്ന് തോന്നുന്നില്ലെങ്കിലും നമ്മളൊക്കെ ഔട്ടാ. പുറത്താണെങ്കിൽ പുറത്താണെന്നുള്ള ബോധത്തോടെ നമുക്ക് നല്ലൊരു കുമ്പസാരം കഴിച്ച് ഈ ഒരു നമുക്കായിട്ടുള്ള കൃപ നമ്മുടേതാക്കാൻ ശ്രമിക്കാം. ചുമ്മാ മനസ്സിലായെന്ന് പറഞ്ഞ് പോകരുത്, കുമ്പസാരിക്കണം. പറ്റുമെന്നുണ്ടെങ്കിൽ നാളെ തന്നെ കുമ്പസാരിക്കുക. എന്നല്ലെങ്കിൽ നാളെ ശരിക്കും നന്നായിട്ടൊന്ന് ഒരുങ്ങി ഒന്ന് കുമ്പസാരിച്ച് അതിന്റെ ഫലം നമുക്ക് അനുഭവിക്കാം. ഇന്ന് നീ എൻ്റെ കൂടെ പറുദീസായില് ഈ അനുഭവത്തോടു കൂടി അടുത്ത ലെവലിലേക്ക്, നാളെ അതിന്റെ അടുത്ത ലെവലാണ് വിശ്വസിച്ച് മാനസാന്തരപ്പെടുക. സുവിശേഷ പ്രഘോഷണത്തോടുള്ള നമ്മുടെ പ്രത്യുത്തരം വിശ്വസിച്ച് മാനസാന്തരപ്പെടുക.
വിശ്വസിച്ച് മാനസാന്തരപ്പെട്ട് കഴിയുമ്പോൾ പരിശുദ്ധാത്മാവിനെ കിട്ടുന്നതും ജീവന്റെ സമൃദ്ധി കിട്ടുന്നതും കൂട്ടായ്മയിൽ വളരാൻ പറ്റുന്നതൊക്കെ നമ്മൾ അടുത്ത ദിവസങ്ങളിൽ കേൾക്കാൻ പോവുക. പിന്നെ നമ്മൾ ചെയ്യേണ്ടത് നല്ല ക്ഷമിക്കുക, ക്ഷമ ചോദിക്കുക, ശരിക്ക് പോയി കുമ്പസാരം കഴിച്ച് ശരിക്ക് ആ ഒരു പാപമോചനം തമ്പുരാൻ നമുക്കായി വെച്ചിരിക്കുന്നത്. എന്നിട്ട് ആ ജീവന്റെ സമൃദ്ധിയിലേക്ക് കടന്നു വരാൻ നമുക്ക് തയ്യാറാകാം. ദൈവം നമ്മളെ എല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. ആമേൻ. താങ്ക് യു ആലിസാൻഡി. ആലിസാൻഡി പറഞ്ഞതുപോലെ നമ്മുടെയൊക്കെ ജീവിതത്തിലും പൂർണ്ണമായ തുറന്ന ഒരു കുമ്പസാരം നടത്തി പുതിയൊരു മനുഷ്യനായി തീരുവാൻ നമ്മെ ഓരോരുത്തരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. സമാപന സന്ദേശത്തിനും ആശീർവാദത്തിനുമായി റെവറൻഡ് ഫാദർ റെക്സൺ ചുള്ളിക്കൽ അച്ഛനെ ആദരപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ഈശോ മിശിഹായ്ക്കും സ്തുതിയായിരിക്കട്ടെ. എല്ലാവർക്കും കേൾക്കാമെന്ന് വിചാരിക്കുന്നു. കേൾക്കാമല്ലോ. ആ, അപ്പം പ്രിയപ്പെട്ട അരസുട്ടി ചേച്ചിയും മിസിയോ ടീം അംഗങ്ങളെ, പ്രിയമുള്ള മതാധ്യാപകരെ, വളരെയധികം സന്തോഷമുണ്ട് ഇങ്ങനെ ഈ മിസിയോ കൂട്ടായ്മയിൽ നിങ്ങളോടൊപ്പം ആയിരിക്കാനായിട്ട് സാധിക്കുന്നതിൽ. ഞാൻ ദൈവത്തിന് നന്ദി പറയുകയാണ്. ഞാൻ വർഷങ്ങൾക്ക് മുമ്പ് മാത്യു അച്ഛനും ഞങ്ങൾ ഒരുമിച്ച് മിസിയോ ടീമിൽ മിസിയോയുടെ ഇത് എമ്മാവൂസിൽ വെച്ച് കൂടിയുണ്ടായി വർഷങ്ങൾക്ക് മുമ്പ്, കുറേ വർഷങ്ങൾക്ക് മുമ്പ്. അതിനുശേഷം ഓൺലൈൻ പ്ലാറ്റ്ഫോമിലും കരിഗ്മയുടെ കോഴ്സ് അറ്റൻഡ് ചെയ്യാനുള്ള ഭാഗ്യം ലഭിച്ചു. ഒത്തിരി നല്ല അനുഭവങ്ങളാണ് കരിഗ്മ എനിക്ക് പ്രദാനം ചെയ്തത്. ഞാനിപ്പം ആലിസ് ചേച്ചി ഇപ്പോൾ പറയുമായിരുന്നു, നമ്മൾ കുമ്പസാരത്തെ കുറിച്ച് പറഞ്ഞു, കുമ്പസാരിക്കണമെന്ന്. അപ്പൊ സഭയിലാണ് അധികം അതിനുള്ള അധികാരം കൊടുത്തിരിക്കുന്നത് വൈദികർക്ക്. അപ്പൊ ഇത് പറഞ്ഞപ്പോൾ ഞാൻ ഓർക്കുന്നത്, ഞാൻ കഴിഞ്ഞ ഒക്ടോബറില് ഒരു വാൻകൂവർ എന്ന സ്ഥലത്തേക്ക് പോകാൻ, കാനഡയിലുള്ള വാൻകൂവർ എന്ന സ്ഥലത്ത് സന്ദർശിക്കാനായിട്ടുള്ള ഭാഗ്യം കിട്ടി. അപ്പൊ അവിടെ ഞാൻ ഒരു കത്തീഡ്രല്, വിക്ടോറിയ എന്ന് പറഞ്ഞ കത്തീഡ്രലില് അവിടെ ജസ്റ്റ് ഒന്ന് സന്ദർശിച്ചു. സന്ദർശിച്ചു കഴിഞ്ഞപ്പോൾ അവിടുത്തെ അച്ഛൻ ഒരു ആംഗ്ലിക്കൻ വൈദികനായിരുന്നു. അവിടുത്തെ പാരിഷ് പ്രീസ്റ്റ് ആംഗ്ലിക്കൻ വൈദികൻ, ഇപ്പോഴും അവിടുത്തെ വികാരിച്ചനാണ്. അപ്പൊ ആംഗ്ലിക്കൻ ആയിരുന്നു, എന്നിട്ട് കത്തോലിക്ക സഭയിലേക്ക് കൺവേർട്ട് ചെയ്യപ്പെട്ട അച്ഛനാണ്. അപ്പം എനിക്ക് അച്ഛനെ കാണാനായിട്ടുള്ള ഒരു ആഗ്രഹം, അച്ഛനെ കണ്ടിട്ട് എന്താണ് അച്ഛനെ ഒന്ന് സംസാരിക്കാനായിട്ട്, എന്തുകൊണ്ടാണ് ഈ കൺവേർട്ട് ചെയ്ത് ഇങ്ങനെ പിന്നെ കത്തോലിക്ക സഭയിലേക്ക് വന്നത്. അപ്പൊ ഞാനത് അച്ഛനെ കണ്ടു. അത് കഴിഞ്ഞ് കുർബാന കഴിഞ്ഞപ്പോൾ അച്ഛനോട് ചോദിച്ചു, അച്ഛൻ എന്താ ഇങ്ങനെ കാര്യം, ഇങ്ങനെ വരാൻ കാര്യം. അപ്പൊ അച്ഛൻ പറഞ്ഞു, എനിക്ക് ആ സഭയുടെ സഭ അത്രയും പ്രധാനപ്പെട്ടതാണെന്ന് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചു. കത്തോലിക്ക സഭ എന്ന് പറയുന്നത് ഒരു വലിയ, അതിൻ്റെ അകത്ത് പല കാര്യങ്ങളും ഉണ്ട്. മറ്റ് ആംഗ്ലിക്കൻ സഭയും ഞാനും ഇതുമായിട്ട് പഠിച്ചു കഴിഞ്ഞപ്പോഴാണ് കത്തോലിക്ക സഭയുടെ മനോഹാരിത എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. അതുകൊണ്ടാണ് ഞാൻ കത്തോലിക്ക സഭയിലേക്ക് മാറിയത്. അപ്പൊ നമ്മൾ സഭയിലായിരിക്കുക, സഭ. അപ്പൊ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്, നമുക്ക് ഇപ്പോൾ നമ്മൾ വിശ്വാസവും പ്രത്യുത്തരവും എന്നുള്ള വിഷയത്തെ കുറിച്ചാണ് സംസാരിച്ചുകൊണ്ടത്. അപ്പം ദൈവത്തിന് നന്ദി പറയുക എന്നുള്ള, നമുക്ക് ദൈവം ഒരു മതാധ്യാപകൻ അല്ലെങ്കിൽ മതാധ്യാപകൻ എന്നുള്ള ഒരു വിളിയാണ്. ആ വിളിയോട് നമുക്ക് നന്ദി പറയാനായിട്ട് എപ്പോഴും സാധിക്കണം. കാരണം അത് ഏതാണ്ട് ഞാൻ ഏറ്റെടുത്തേക്കുന്ന ഞാൻ എന്തോ ഭയങ്കരമായിട്ട് കാര്യം ചെയ്യുന്നത് പോലെയല്ല, മറിച്ച് അതിനപ്പുറമായിട്ട് എൻ്റെ ഒരു വിളിയാണ്. അത് എൻ്റെ കടമയാണ്. ഇപ്പൊ നമ്മൾ ബൈബിളിൽ വായിക്കുന്നുണ്ടല്ലോ, പൗലോസ് അപ്പോസ്തലൻ കൊരിന്ത്യക്കാർക്ക് എഴുതിയ 1-ാം ലേഖനം 10-ാം അധ്യായത്തിൽ 9-ാം അധ്യായത്തിൽ 9-16 പറയുന്നുണ്ടല്ലോ, ഞാൻ സുവിശേഷം പ്രസംഗിക്കുന്നില്ലെങ്കിൽ അതിൽ എനിക്ക് അഹംഭാവത്തിന് വകയില്ല, അതെന്റെ കടമയാണ്. ഞാൻ സുവിശേഷം പ്രസംഗിക്കുന്നില്ലെങ്കിൽ എനിക്ക് ദുരിതം. അപ്പൊ എന്റെ കടമയാണ്. അപ്പൊ ഇപ്പം ഈ മത അധ്യാപനത്തിലൂടെ നമ്മൾ സുവിശേഷം ഒരു പ്രഘോഷണം നടത്തുന്നത്, അപ്പൊ അത് നമ്മുടെ കടമയാണ്. അപ്പൊ അതിന് കടമ ചെയ്യാനായിട്ട് കടമ നിർവഹിക്കുകയാണ് നമ്മൾ ചെയ്തത്. അപ്പൊ അതിന് ദൈവത്തിന് നന്ദി പറയുക എന്നുള്ളതാണ്. ഞാൻ എല്ലാ ദിവസവും കുർബാനയുടെ സമയത്ത് ഒരു രണ്ടാമത്തെ സ്തോത്രയാഗ പ്രാർത്ഥന, ലത്തീൻ കുർബാനയിൽ രണ്ടാമത്തെ സ്തോത്രയാഗ പ്രാർത്ഥന എപ്പോഴും അത് ഉപയോഗിക്കുന്ന പ്രാർത്ഥന അതാണ്. അപ്പം അതിന് ആ സമയത്ത് പറയുന്നത് ഒരു വാക്യം ഇതാണ്:
കർത്താവെ അങ്ങയുടെ തിരുമുമ്പിൽ നിൽക്കുന്നതിനും അങ്ങയെ പരിചരിക്കുന്നതിനും അർഹനാക്കി തീർന്നതിന് ഞാൻ അങ്ങേക്ക് നന്ദി പറയുന്നുള്ള ഒരു പ്രാർത്ഥനയുണ്ട്. അത് ഓർക്കുമ്പോൾ ഞാൻ എൻ്റെ ദൈവവിളിയെ ഓർത്ത് ഞാൻ ദൈവത്തിന് നന്ദി പറയുക. കർത്താവെ അങ്ങയുടെ തിരുമുമ്പിൽ നിൽക്കുന്നതിനും അങ്ങയെ പരിചരിക്കുന്നതിനും എന്നെ അർഹനാക്കി തീർത്തതിന് ഞാൻ അങ്ങേക്ക് നന്ദി പറയുന്നു. അപ്പൊ നമുക്ക് ലഭിച്ചിരിക്കുന്ന ഈ വിളി എന്ന് പറയുന്നത് ദൈവത്തിന്റെ ദാനമാണ്. ആ ദൈവത്തിന് നന്ദി പറയേണ്ട ഒരു ഒന്നാണ് നമ്മൾ ഈ ദൈവവിളി എന്ന് പറയുന്നത്, ഈ മതാധ്യാപകരം എന്നുള്ള വിളിയെ കുറിച്ച്. അപ്പൊ അത് നമ്മുടെ കടമയായിട്ട് നമ്മൾ കണ്ടുകൊണ്ട് അത് നിർവഹിക്കാനായിട്ടുള്ള ശ്രമമാണ്. അപ്പൊ അതിനേക്കാൾ ഉപരിയായിട്ട് നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ വിശ്വാസം ജീവിക്കുക എന്നുള്ളതാണ്. ഏറ്റവും പ്രധാനപ്പെട്ടത് നമ്മുടെ വിശ്വാസം ജീവിക്കുക എന്നുള്ളതാണ്. ഇപ്പം ഇന്ന് രാവിലെ ഞാൻ ഇന്ന് പിന്നെ കുർബാനയ്ക്ക് പ്രസംഗം പറയാനായിട്ട് നോക്കിയപ്പോ ഞാനിപ്പോ എന്ത് പറയണമെന്നതിനെ കുറിച്ച് ആലോചിക്കുക. അപ്പൊ ഇന്ന് സുവിശേഷത്തില് വിറ്റ്നസിനെ കുറിച്ച് പറഞ്ഞു. വിറ്റ്നസ്, യു ഷുഡ് ബി മൈ വിറ്റ്നസ്. അപ്പം നമുക്ക് ഇത് വിശുദ്ധ ഫ്രാൻസിസ് അസീസിയുടെ വർഷം കൂടിയാണല്ലോ. അസീസി പുണ്യാളന്റെ ജീവിതത്തിലെ ഒരു സംഭവം ഓർമ്മയിൽ വരികയായിരുന്നു. അസീസി പുണ്യാളൻ ഒരിക്കലും ഒരു ചെറുപ്പക്കാരനായിട്ടുള്ള സന്യാസിയുമായിട്ട് സുവിശേഷം പ്രഘോഷിക്കുവാനായിട്ട് പുറപ്പെടുകയായിരുന്നു. അപ്പോൾ സുവിശേഷം പ്രഘോഷിക്കുവാനായിട്ട് മാർക്കറ്റ് പ്ലേസും മറ്റ് സ്ട്രീറ്റുകളിലൂടെ തെരുവുകളിലൂടെയൊക്കെ അവർ സന്ദർശിച്ചു. ആൾക്കാരെയൊക്കെ കണ്ട് തിരിച്ച് ഹൗസിലെത്തിക്കഴിഞ്ഞപ്പോൾ ഈ ചെറുപ്പക്കാരനായിട്ടുള്ള സന്യാസി ചോദിച്ചു, സുവിശേഷം പ്രസംഗിച്ചില്ലല്ലോ എന്ന് ചോദിച്ചു. അപ്പോഴാണ് ഫ്രാൻസിസ് പുണ്യാളൻ പറയുന്നത്, നമ്മൾ കണ്ടുമുട്ടിയ വ്യക്തികളോടൊക്കെ നമ്മൾ സുവിശേഷമായിരുന്നു പ്രസംഗിച്ചുകൊണ്ടിരുന്നത്. അപ്പം നമ്മുടെ ജീവിതം തന്നെ ഒരു പ്രസംഗമായിട്ട് മാറണം. നമ്മുടെ ജീവിതത്തിൽ എവിടെയാണ് ആരാണ് എന്താണ് സ്പർശിക്കുന്നതെന്ന് അറിയില്ല. ഇപ്പൊ കരിഗ്മ കോഴ്സ് കൂടിയപ്പോഴും എനിക്കത് ആ അനുഭവം ഉണ്ടായിരുന്നു. ആ ദൈവത്തിന്റെ ആ സ്നേഹത്തെ കുറിച്ച് പറയാൻ ഇപ്പൊ മാർക്കറ്റ് പ്ലേസിലേക്കൊക്കെ വിടുമായിരുന്നു. ആ പ്രാക്ടിക്കൽ സെഷൻ വളരെ നല്ലൊരു അനുഭവമായിരുന്നു. മാർക്കറ്റ് പ്ലേസിലും മറ്റേ റെയിൽവേ സ്റ്റേഷന്റെ അടുത്തും പിന്നെ ബസ് സ്റ്റാൻഡിലും ഒക്കെ പോയി ആ നല്ലൊരു അനുഭവം എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. ഇപ്പൊ സമയം ചുരുക്കമായത് കൊണ്ടാണ് അത് പറയാനായിട്ട് ഉള്ള സാഹചര്യമല്ല. എനിക്കറിയാം സമയത്തിന്റെ ലിമിറ്റേഷൻ ഉണ്ട്. അപ്പം അത് നമ്മളൊരു വിറ്റ്നസ് ആയിട്ട് മാറുക എന്നുള്ളതാണ്. എപ്പോഴാണ് ആരാണ് എവിടെയാണ് സ്പർശിക്കുന്നതെന്ന് അറിയില്ല. ഇപ്പൊ ഞാൻ കഴിഞ്ഞ ദിവസം കരുണയുടെ തിരുനാളിന് ഒരു കുർബാനയ്ക്ക് വിളിച്ചു ഇവിടെ പള്ളിയിൽ. കുർബാന ചൊല്ലി, കുർബാനയൊക്കെ കഴിഞ്ഞു. കുർബാനയുടെ മധ്യേയും കുർബാന സ്വീകരണത്തിന് ശേഷം ഒരു പോസ്റ്റ് കമ്മ്യൂണിയൻ റിഫ്ലക്ഷൻ എന്ന് പറഞ്ഞ റിഫ്ലക്ഷൻ കൊടുക്കണമായിരുന്നു. അപ്പൊ അതെനിക്ക് അറിയില്ലായിരുന്നു, ഞാനൊരു ഒരുങ്ങിയിട്ടുമില്ലായിരുന്നു. എന്ത് പറയണമെന്ന് എനിക്ക് അറിയാനും പാടില്ല. അപ്പൊ പെട്ടെന്ന് എൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു അത് പറയണം എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ എന്ത് ചെയ്യണമെന്ന് അറിയാൻ പറഞ്ഞു നോക്കിയപ്പോ ഒരു മിഖായേൽ മാലാഖയുടെ പ്രാർത്ഥന ഉണ്ടായിരുന്നു ഇവിടെ. ആ പ്രാർത്ഥന എടുത്ത് ഞാൻ ചൊല്ലി. മിഖായേൽ മാലാഖയുടെ പ്രാർത്ഥന പോസ്റ്റ് കമ്മ്യൂണിയൻ റിഫ്ലക്ഷൻ ആയിട്ട് ചൊല്ലി. അപ്പം കുർബാന കഴിഞ്ഞ് എനിക്ക് ഒരു മെസ്സേജ് വന്നു. കുർബാന കഴിഞ്ഞിട്ട് ഒരു ലേഡി മെസ്സേജ് വിട്ടു. അപ്പൊ ഞാൻ വിചാരിച്ചു കുർബാന നന്നായിരുന്നു എന്ന് പറയാൻ വേണ്ടിയാണ്. അപ്പൊ പറഞ്ഞു നന്നായിരുന്നു, നല്ലൊരു സെഷൻ ഇതായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് അവര് എന്റെ കൂട്ടത്തിൽ പറഞ്ഞ കാര്യം, ആ മിഖായേൽ മാലാഖയുടെ പ്രാർത്ഥന എനിക്കത് വളരെ ഇഷ്ടപ്പെട്ടു. മിഖായേൽ മാലാഖയുടെ. അപ്പം ഞാനപ്പോ ചിന്തിക്കുകയായിരുന്നു, അപ്പൊ ഒരാളത്തിനെ സ്പർശിക്കുന്നത് നമുക്ക് അറിഞ്ഞുകൂടാ, ദൈവം ഏത് വിധത്തിലാണ് പ്രവർത്തിക്കുന്നതെന്ന്. അപ്പൊ അതുകൊണ്ട് നമുക്കൊരു വിറ്റ്നസ് ആയിട്ട് മാറുക. ഞാൻ ചുരുക്കിയാണ്, ബൈബിൾ യാക്കോബിന്റെ ലേഖനത്തിൽ നമ്മൾ വായിക്കുന്നുണ്ടല്ലോ, വിശ്വാസം പിശാചിന് പോലും ഉണ്ട്. പിശാച് പോലും വിശ്വസിക്കുന്നുണ്ട്. ദൈവം ഏകനാണെന്ന് പിശാച് പോലും വിശ്വസിക്കുന്നുണ്ട്. എല്ലാവരും ചെയ്യുന്നുണ്ട്. പക്ഷെ അത് പ്രവൃത്തിയിലൂടെ പ്രാക്ടിക്കലായിട്ട് നമ്മൾ ചെയ്യുമ്പോഴാണ് നമ്മൾ യഥാർത്ഥത്തിൽ ഒരു ഇതായിട്ട് വിറ്റ്നസ് ആയിട്ട് മാറുന്നത്, വിശ്വാസം ജീവിക്കുന്നവരായിട്ട് നമ്മൾ മാറുന്നത്. അതാണ് പ്രത്യുത്തരം എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് പ്രാർത്ഥിച്ച് അവസാനിക്കാം അല്ലെ? സമയം. കർത്താവായ യേശുവേ, അവിടുന്ന് ഞങ്ങളെ ഈ മതാധ്യാപകർ എന്ന നിലയിലുള്ള ആ വിളിയിലേക്ക് ഞങ്ങളെ വിളിച്ചതിനെ ഓർത്ത് ഞങ്ങൾക്ക് നന്ദി പറയുന്നു. യേശുവേ, നീ ഞങ്ങളുടെ പാപങ്ങൾക്ക് പരിഹാരമായിട്ട് 2000 വർഷങ്ങൾക്ക് മുമ്പ് കുരിശിൽ മരിച്ച് എല്ലാ കടവും വീട്ടി ഞങ്ങളെ സ്വന്തമാക്കിയല്ലോ. നീ ഞങ്ങളുടെ രക്ഷകരും കർത്താവും മിശിഹായുമാണെന്ന്
ഞങ്ങൾ ഉറച്ച ബോധ്യത്തോടെ വിശ്വാസ സമൂഹത്തെ സാക്ഷിയാക്കി പ്രഖ്യാപിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ വിശ്വാസത്തെയും അവിടുന്ന് ആഴപ്പെടുത്തണമേ. വിശ്വാസം ജീവിക്കുവാനായിട്ടുള്ള ഞങ്ങളുടെ ഉത്തരവാദിത്വം മനസ്സിലാക്കിക്കൊണ്ട് ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് ജീവിക്കുവാനായിട്ടുള്ള വലിയ കൃപ നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ അമ്മയായ പരിശുദ്ധ കന്യകാ മാതാവേ, വിശുദ്ധ ഔസേപ്പ് പിതാവേ, വിശുദ്ധ തോമസ് ശ്ലീഹായെയും വിശുദ്ധ ഫ്രാൻസിസ് സേവ്യറെ, സകല വിശുദ്ധരെ, സകല മാലാഖമാരെ, ഞങ്ങൾക്ക് വേണ്ടി, ഞങ്ങളുടെ എല്ലാ ശുശ്രൂഷകൾക്ക് വേണ്ടിയും, പ്രത്യേകിച്ച് ഈ ദിവസങ്ങളിലുള്ള എല്ലാ ക്ലാസ്സുകൾക്ക് വേണ്ടിയും മാധ്യസ്ഥം വഹിക്കണമേ. കർത്താവ് നിങ്ങളോടുകൂടെയും സർവശക്തനായ ദൈവം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. അച്ഛൻ പറഞ്ഞതുപോലെ തന്നെ നമ്മുടെയൊക്കെ ജീവിതത്തിലും നമുക്ക് ഓരോരുത്തർക്കും ഈശോയുടെ സുവിശേഷമായി മാറുവാൻ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇത്രയും നല്ലൊരു സന്ദേശം നൽകി ഹൃദയസ്പർശിയായ കാര്യങ്ങൾ ഞങ്ങൾക്ക് പകർന്നു തന്ന റെക്സൻ അച്ഛന് നന്ദിയുടെ പൂച്ചെണ്ടുകൾ. അടുത്തതായി സമാപന ഗാനത്തിനായി മിസ്സിസ് ജോമി കെ ജോണിനെ ക്ഷണിക്കുന്നു. നന്ദിയോടെ ഞാൻ സ്തുതി പാടിടും എൻ്റെ യേശുനാഥാ. എനിക്കായി നീ ചെയ്തോരോ നന്മയ്ക്കും ഇന്നു നന്ദി ചൊല്ലുന്നു ഞാൻ. അർഹിക്കാത്ത നന്മകളും യാചിക്കാത്ത നന്മകൾ പോലുമേ എനിക്കേകിയോരേ സ്തുതി. നന്ദിയോടെ ഞാൻ സ്തുതി പാടിടും എൻ്റെ യേശുനാഥാ. എനിക്കായി നീ ചെയ്തോരോ നന്മയ്ക്കും ഇന്നു നന്ദി ചൊല്ലുന്നു ഞാൻ. ഇന്നത്തെ ഈ സെഷൻ മനോഹരമായി പൂർത്തിയാക്കാൻ സഹായിച്ച ദൈവത്തിന് നന്ദി. തങ്ങളെ ഏൽപ്പിച്ച ഉത്തരവാദിത്തങ്ങളെല്ലാം വളരെ ഭംഗിയായി ചെയ്ത എന്റെ പ്രിയ സഹോദരങ്ങളെ നന്ദിയോടെ ഓർക്കുന്നു. തങ്ങളുടെ തിരക്കുകൾക്കിടയിലും നമുക്കായി സമയം മാറ്റിവെച്ച് നമ്മോടൊപ്പം ഉണ്ടായിരുന്ന ഫാദർ മാത്യു പുതിയാട്ട് അച്ഛനെയും ഫാദർ റെക്സൻ ചുള്ളിക്കൽ അച്ഛനെയും നന്ദിയുടെ നറുമലരുകൾ നേരുന്നു. ഇന്ന് ഈ പ്രോഗ്രാമിന്റെ വിശിഷ്ട വ്യക്തികളായി എത്തിച്ചേർന്നിരിക്കുന്ന നമ്മുടെ പാർട്ടിസിപ്പൻസ്, പ്രിയ സിസ്റ്റേഴ്സ്, ടീച്ചേഴ്സ് എല്ലാവരെയും നന്ദിയോടെ ഓർക്കുന്നു. ഇന്ന് നമ്മൾ കേട്ട വിശ്വാസ പ്രത്യുത്തരം നമ്മളുടെ ഓരോരുത്തരുടെ ജീവിതത്തിലും അനുതാപം എന്ന കൂദാശ സ്വീകരിച്ചുകൊണ്ട് പൂർണ്ണമായി കഴുകി നമ്മെ വിശുദ്ധീകരിച്ച് പുതിയൊരു മനുഷ്യനായി തീരുവാൻ സർവശക്തനായ ദൈവം നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ആമേൻ.